السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت، وإنما توفون أجوركم يوم القيامة، فمن زحزح عن النار وأدخل الجنة فقد فاز، وما الحياة الدنيا إلا متاع الغرور. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹിച്ചാൽ ഇന്നത്തെ ഈ ഒരു സായാഹ്ന സമയത്ത് അള്ളാഹുവിൻ്റെ ദീന് പറയാൻ, അതിനെ കേൾക്കാൻ നമ്മളോട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നൊരു സാലിഹായ അമലായി അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് ഒരിക്കലും കടക്കാൻ കഴിയാതെ ഹതഭാഗ്യവാന്മാരായി പരാജയപ്പെടുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ ഒരു നഷ്ടം ഭവിക്കുന്ന പോലെയല്ല. ദുനിയാവിൽ നമുക്കൊരു നഷ്ടം ഉണ്ടായാൽ അതിനെ നികത്താൻ പല വഴികൾ നമുക്ക് കാണും. ഒരുപക്ഷെ ഭൗതികമായ ബിസിനസ്സിലാണെങ്കിൽ നമ്മൾ പുതിയ ഐഡിയാസ് കൊണ്ടുവരും. അതിൻ്റെ ടേൺ ഓവർ ചേഞ്ച് ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ നമ്മളുടെ സ്കില്ലുകൾ നമ്മൾ ഉപയോഗപ്പെടുത്താം, ഒന്നല്ലെങ്കിൽ ഒന്ന് മാറ്റിപ്പിടിക്കാം, പല വഴികളുണ്ട്. പക്ഷെ ആഖിറത്തിൽ ഒരു പരാജയം പടഞ്ഞാൽ രണ്ടാമത് തിരിച്ചു വരാൻ നമ്മൾ ആളുടെ മുമ്പിലും അവസരങ്ങളില്ല. ഒരു ഫൈനൽ എക്സാം ആയിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുക. അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകാത്ത ആളുകളിൽ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് ഈ പരിമിതമായ സമയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എലങ്കോടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഒരു കടവത്തൂരിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജ്ഞാന വേദികളും സദസ്സുകളൊന്നും കുറച്ചല്ല. ഗവൺമെൻറ് ഇവിടെ നാദാപുരത്ത് ലണ്ടനിൽ നടക്കുന്ന സമയത്ത് ഞാനന്ന് ഫസ്റ്റ് PSC കൊല്ലം ജില്ലയിൽ PSC എക്സാം സർവീസിൽ കയറിയ സമയമാണ്. അന്ന് തെക്കൻ കേരളത്തിൽ ഒരാൾ പറയാണ്, ഞങ്ങളുടെ നാദാപുരത്ത്, അയാൾ ഇവിടുന്ന് വന്ന ഒരാളാണ്, ഓരോ സംഘടനക്കാർ ഓരോ ദിവസം വന്ന് പ്രസംഗിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഈ ടവലിങ്ങനെ തലയെ കിട്ടുന്നൊരു ശീലമുണ്ട് നാദാപുരത്തേക്ക്.
അത് കേട്ടിട്ടൊന്നിങ്ങനെ കുടഞ്ഞാൽ അത് പോയി, പിന്നെ വീണ്ടും ഫ്രഷ് എടുത്ത് കയറ്റും എന്ന് പറയുന്ന ഒരു പ്രവണത ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഒരുപാട് കാലമായി ഇൽമ കേൾക്കുന്നുണ്ട്, അൽഹംദുലില്ലാഹ് ഒരുപാട് മാറ്റങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹിനോട് കാവൽ ചോദിച്ചൊരു തേട്ടമുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യുൻഫഅ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അറിവുകൾ നമുക്ക് ഉപകാരപ്പെടണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം, നമുക്കൊരു തോന്നലുണ്ടാവും, ഒരുപാട് കാലമായി ഞങ്ങളിതൊക്കെ തുടങ്ങിയ ആളുകളല്ലേ. പ്രിയമുള്ളവരെ, പ്രബോധനത്തിന് പ്രായത്തിന് അവസാനമില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് ഇറങ്ങുമ്പോൾ വയസ്സ് 55ആണ്. ബദറിലേക്ക് ഇറങ്ങുമ്പോൾ വയസ്സ് 55ആണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഫൈറൂസ് അബൂലുലുഅത്തുൽ മജൂസി എന്ന് പറയുന്ന മനുഷ്യൻ, ഇരുതല മൂർച്ചയുള്ള കടാര അദ്ദേഹത്തിന്റെ വയറ്റിൽ പ്രഹരിക്കുമ്പോൾ 7 കുത്തിന് 14 മുറിവോടെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു താഴെ വീഴുമ്പോൾ, കുടൽമാലയിലൂടെ പാല് കൊടുത്താലും മുന്തിരിനീര് കൊടുത്താലും വെള്ളം കൊടുത്താലും പുറത്തേക്ക് പോകുന്ന സാഹചര്യം. ബനൂ മുആവിയ ഗോത്രത്തിലെ വിഷവൈദ്യർ വന്നിട്ട് പറയുന്നുണ്ട്, ഇന്നല്ലെങ്കിലും നാളെ. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, താങ്കൾ പറഞ്ഞത് സത്യമാണ്. അത്രയും ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും നെരിയാണിക്ക് താഴെ വസ്ത്രമെടുത്ത് വന്ന ഒരാളോട്, യബ്നത അഖി, എൻ്റെ സഹോദരപുത്ര, ആ വസ്ത്രം ഒന്ന് കയറ്റി കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ആ നേരത്ത് പോലും തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പൊ പ്രബോധനത്തിനും ദഅവത്തിനും പ്രായത്തിന്റെ വ്യത്യാസങ്ങളില്ല. ഉപദേശങ്ങളില്ലാത്ത കാലദൈർഘ്യം കടന്നു വന്നാൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, സൂറത്ത് ഹദീദിൽ അല്ലാഹ് പറഞ്ഞ് പഠിപ്പിച്ച വിഷയം. നമ്മളുടെ ഹൃദയങ്ങൾ വല്ലാതെ കടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരുപക്ഷെ ഈ ഒരു വിജ്ഞാനവേദി ഈ വീടിന്റെ മുറ്റത്ത് നടക്കുമ്പോൾ ഇത് ഇത്തരം ഒരു സംരംഭത്തിന്റെ തുടക്കമാണെങ്കിൽ ഓരോ മാസവും ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതേപോലെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്ക് ഇൽമ കിട്ടാനുള്ള അവസരങ്ങൾ വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ വ്യത്യസ്തമായ ആളുകളെ സംഘടിപ്പിച്ച് ഈ നമ്മളെല്ലാവരും സംഗമിച്ച് ഇൻഷാ അല്ലാഹ് അതിന് തുടർത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നമ്മളിൽ ഉണ്ടാവണം. അത് നമുക്ക് ഈമാൻ കിട്ടാനാണ്. നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മൾ സാധാരണ പറയും, വായോ കയറിയിരിക്കാം, ചായ കുടിക്കാം, വെള്ളം കുടിക്കാം, അല്ലേ? സ്വഹാബത്ത് പരസ്പരം കാണുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംസാര രീതി, നമുക്കൊന്ന് ഈമാൻ കൊള്ളാം. എന്താണ് ഈമാൻ കൊള്ളല്ലേ? നമുക്കൊന്ന് ദീന് സംസാരിക്കാം, അള്ളാഹുവിന്റെ ദീന് കേൾക്കാം. ഒരുപക്ഷെ നമ്മളെല്ലാവരും എല്ലാം കൊണ്ടും തികഞ്ഞവരാവില്ല. ഇൽമിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഈമാനിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, തഖ്വയിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും, ഭൗതിക സാഹചര്യങ്ങളിൽ സമ്പത്തിന്റെ മേഖലയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും, സ്വസ്ഥതകളിലും സമാധാനങ്ങളിലും കുടുംബത്തിന്റെ സംതൃപ്തിയുടെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയാവുന്ന, നമുക്ക് ഏത് പ്രതിസന്ധിയിലും സമാധാനം നൽകുന്നത് അള്ളാഹിന്റെ ദീനാണ്. അൽഹംദുലില്ലാഹ്, അത് പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടി തരം അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ സൂറത്ത് ആലി ഇമ്രാനിൽ ഞാൻ നിങ്ങളെ ആദ്യമായി ഓതിക്കേൾപ്പിച്ച ആയത്തിൽ അള്ളാഹു തആല പറയാൻ, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി നോക്കുന്നതാണ്. മരിക്കാതെ ആരും ലോകത്തിലൂടെ ബാക്കിയില്ല. പ്രായത്തിന്റെ വലിപ്പത്തിന്റെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവിടെ പറയും. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ് നടക്കുന്ന ഈ വീട്ടിൽ പോലും ഒരു കുഞ്ഞുമോൻ അള്ളാന്റെ വിളിക്ക് ഉത്തരം നൽകി ഇവിടെ പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹ് അനുഗ്രഹിക്കട്ടെ. നാളെ ഈ കുടുംബത്തോടെ അള്ളാന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഏതൊരു മരണ വാർത്തയിൽ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആര് മരിച്ചാൽ, ഇവിടെ എലങ്കോടിൽ ഒരു ഭാസ്കരൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? എന്താ ഉണ്ടായിരിക്കണേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. ഒരു ക്രിസ്ത്യാനി മരിച്ചു എന്ന് പറഞ്ഞാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗം മരിച്ചാൽ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി. എന്തുകൊണ്ടെന്നറിയോ? അത് നമുക്ക് വേണ്ടിയുള്ള ഒരു ദിക്റാണ്. ഞാനും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളതാണ്. നേരെ മറിച്ച് അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു എന്ന് വിശ്വാസിക്കുക മാത്രമേ പറയാൻ പാടുള്ളൂ. മുസ്ലിങ്ങളല്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? ദുആ ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആര് മരിച്ചാലും പറയണം. നമ്മളൊക്കെ വാട്സപ്പിലൊക്കെ ഒരു മരണ വാർത്ത വന്ന് സ്റ്റിക്കറും പരതിങ്ങനെ നടക്കും. ഏറ്റവും ഭംഗിയുള്ള സ്റ്റിക്കർ ഏതാണെന്ന് തരവിട്ടാണ്. നമ്മൾ ആലോചിക്കേണ്ട, ഞാനും പടച്ചോനിലേക്ക് മടങ്ങാനുള്ളതാണ്, മരിക്കാനുള്ളതാണ്. ആ ഓർമ്മ ഉണ്ടാവണം.
ജീവിച്ചു തീർത്തതാണ് ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ. ഒന്ന് ആലോചിച്ചു നോക്കി. ജീവിച്ചു തീർത്തില്ലേ നമ്മൾ? മഹാനായ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരിക. ആൾ വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, വയസ്സെത്രയായി? അദ്ദേഹം പറഞ്ഞു 60 വയസ്സായി. അപ്പൊ ഇബ്നു റജബുൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, യാത്ര തുടങ്ങിയിട്ട് 60 വർഷമായല്ലേ, താങ്കൾ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മനുഷ്യൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് തിരിച്ചു പറയാൻ. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ മരണത്തിന് മുമ്പുള്ള സമയമാണ് നമ്മളുടെ പരലോകം എന്ത് വേണം എന്ന് നമുക്ക് വിധി തീരുമാനിക്കാനുള്ള ഒരു സമയം. അങ്ങോട്ട് പോയാൽ തിരിച്ചു വരാൻ നമ്മളുടെ മുമ്പിൽ ആരുടെ മുമ്പിലും അല്ലാഹു തആല അവസരം നൽകില്ല. മനുഷ്യ ചോദിക്കും. 90കൾ പിന്നിട്ടവനും 80കൾ പിന്നിട്ടവനും 70കൾ പിന്നിട്ടവനും അള്ളാഹിനോട് യാചിക്കും. അവിടെ അള്ളാഹിനോട് ചോദിക്കുന്ന ഒരു കൊല്ലം തരുമെന്ന് അള്ളാഹിനോട് ചോദിക്കില്ല, ഒരു മാസം തരുമെന്ന് അള്ളാഹിനോട് ചോദിക്കൂല. പക്ഷെ അള്ളാഹിനോട് ചോദിക്കുന്നത് റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയം ഒന്ന് എനിക്ക് തരുമോ. പക്ഷെ ആ വിലാപങ്ങളെ കൊണ്ട് സ്ഥാനമില്ല, കാര്യമില്ല. നമുക്ക് തിരിച്ചു വരാൻ ഒരിക്കലും അവസരം അല്ല തരില്ല. അതുകൊണ്ട് ഈ സമയം അള്ളാഹു തന്നിയൊരു അനുഗ്രഹത്തിന്റെ സമയമെന്ന് മനസ്സിലാക്കി ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പശ്ചാത്തലത്തിന്റെ മനസ്സോടുകൂടെ ഇല്ലാതെ എഴുന്നേറ്റ് പോകാൻ പാടില്ല. ഒരു മാറ്റത്തിന്റെ തീരുമാനത്തോടുകൂടെ അല്ലാതെ നമ്മൾ എഴുന്നേറ്റ് പോകാൻ പാടില്ല. കാരണം ഇനി കാത്തു നിൽക്കാൻ നമുക്ക് മുമ്പിൽ സമയമില്ല. നമ്മൾ വിചാരിക്കും ഇനി ഒരുപാട് സമയമുണ്ടല്ലോ എന്ന് കാത്തിരിക്കുന്ന ആളുകളോട് നമ്മളൊക്കെ വിചാരിക്കുന്നതാണ്, ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും മരിക്കില്ല, ഇനി ഒരുപാട് സമയമുണ്ട്, ആ തെറ്റുകളിൽ നിന്നൊക്കെ വിട്ടുമാറി പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് പിന്നെ ഞാൻ നല്ല പോലെ ജീവിച്ചിട്ടേ മരിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ പ്രമാണത്തിന്റെ നസ്സ പറയുന്നത്, തൗബ പിന്തിപ്പിക്കുന്ന ആളുകൾക്ക് ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യാവസാനം അല്ല തരില്ല. ഒരു മക്കള് പറയാൻ തൽക്കീൻ ചൊല്ലിക്കൊടുക്കാൻ, വജാഅഹു ഇൻസാനുൻ അയ്യുലഖിനഹു, മരിക്കാനായ ഒരാളുടെ അടുക്കിലേക്ക് ഒരാൾ തൽക്കീൻ ചൊല്ലാൻ വേണ്ടി കടന്നു വന്നു. തൽക്കീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന തൽക്കീൻ അല്ല കേട്ടോ. എന്താണ്? ഇദാ ജാഅക്കൽ മലക്കാനിൽ കരീമാനി ബിക മുൻകറുൻ വനകീറുൻ അലൈഹിമാ വഇദാ സഅലക മൻ റബ്ബുക വമാ ദീനുക വമാ ഇമാമുക ഫഖുൽ അല്ലാഹു റബ്ബി വൽ ഖുർആനി ഇമാമി വൽ കഅബതു ഖിബ്ലതി വമുഹമ്മദുൻ നബി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ മറവ് ചെയ്തിട്ട് മയ്യത്തിന്റെ തലഭാഗത്ത്, ഖബറിന്റെ തലഭാഗത്ത് വന്നിരുന്ന് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ ഇവിടുന്ന് പോയാൽ ഭീകരന്മാരായ എന്നാൽ മാന്യന്മാരായ 2 മലക്കുകൾ വരും, അവർ നിന്നോട് ചോദിക്കും നിന്റെ റബ്ബാരാണ്, നിന്റെ ഇമാമാരാണ്, അപ്പൊ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അള്ളാഹു റബ്ബി വൽ ഖുർആനി ഇമാമി, അള്ളാഹു ആണ് എന്റെ റബ്ബ്, ഖുർആനാണ് എന്റെ ഇമാമ്. അതേ മൊയ്ലിയാരെ ഖബർസ്ഥാൻ എന്ന് റോട്ടിൽ കൊണ്ടിട്ട് ചോദിക്കും, അല്ല മൊയ്ലിയാരെ ആരെ ഇമാമി ചോദിച്ചാൽ പറയും ഷാഫി ഇമാമാണ്. അത്ര കാറ്റേനുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ ഇത് ഷിയാക്കളുടെ ആചാരം, ഷിയാക്കളാണ് അവരുടെ മൂടുകല്ല് വെച്ച് അവസാനത്തെ കല്ല് വെക്കണതിന് മുമ്പ് ഇതേ ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അതേപോലെ നമ്മുടെ നാട്ടിലെ ആളുകളും ശീലിക്കുന്നുണ്ട്. അതല്ല തൽക്കീൻ. ഇസ്ലാമിലെ തൽക്കീൻ എന്ന് പറഞ്ഞാൽ മരിക്കണ നേരത്തെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക, ഈമാൻ സ്ഥിരപ്പെടാൻ അല്ലേ. അത് കൂട്ടം കൂടിയ മുഴുവൻ ആളുകളും പറഞ്ഞു കൊടുക്കണ്ട, ഒരാൾ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുക. ആ മരിക്കാനായ രോഗി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുക. വേറെന്തെങ്കിലും ഭൗതിക സംസാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുക. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യന്റെ അടുക്കൽ ഉലമാക്കൾ വന്നു, ഒരു പണ്ഡിതൻ അനുഭവം പറയാൻ വന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഇയാൾ ചൊല്ലണില്ല. ഇയാൾ പറയുന്നത് ഇശ്റബ് വസ്കിനി, നിങ്ങൾ കുടിക്കൂ, എനിക്കൊന്ന് ഒഴിച്ചുതാ. അയാൾ മദ്യത്തിന്റെ ആസക്തിയിൽ തന്നെ ജീവിച്ച് തൗബയെ പിന്തിപ്പിച്ച മനുഷ്യരുടെ അവസ്ഥയും അവസാനം നന്നാവാൻ തീരുമാനിച്ച് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മളുടെ കയ്യിലൊന്നും അധികം സമ്പാദ്യമൊന്നും ഇല്ല. ഇന്ന് വൈകുന്നേരമാണ് മലക്കുൽ മൗത്ത് നമ്മളുടെ റൂഹിനെ കൊണ്ടുവന്നെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താ? സ്വർഗത്ത് പോകാൻ മാത്രമുള്ള അമലുണ്ടോ നമ്മളുടെ കയ്യില്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു രാത്രിയെ 3ആയി പകുത്തു വെച്ച് ഒരു ഭാഗം അള്ളാന്റെ പ്രവാചകരിൽ നിന്ന് പഠിച്ചത് ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം അദ്ദേഹം കിടന്നുറങ്ങും, ഒരു ഭാഗം അള്ളാഹ്ക്ക് വേണ്ടി ആരാധനയിൽ കഴിച്ചുകൂട്ടും. അങ്ങനെ അവസാന കാലഘട്ടം വരെ രാത്രിയെ ഓഹരി വെച്ച് ജീവിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരിക്കണ നേരത്ത് സങ്കടപ്പെടാൻ. എന്തിനാ നിങ്ങൾ കരയണേ? അദ്ദേഹം പറയാണ്, അസ്സഫറു തവീൽ വസ്സാദു ഖലീൽ, എനിക്ക് യാത്ര പോകാൻ ഒരുപാട് ദൂരം എന്റെ മുമ്പിലുണ്ട്, പക്ഷേ വസ്സാദു ഖലീൽ, എന്റെ കയ്യിലെ വിഭവങ്ങള് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഖബറും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ നരകങ്ങളുടെ ദൂരം ഒരുപാടാണ്, പക്ഷെ എന്റെ കയ്യിൽ യാത്ര ചെയ്യാൻ വിഭവങ്ങളില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇങ്ങനൊക്കെ ജീവിച്ചിട്ട് നിങ്ങളാലോചിച്ചൊക്കെ ഇൽമ പഠിച്ച് അള്ളാന്റെ മാർഗത്തിൽ സേവനം ചെയ്ത്
ബോധരഹിതനായി ഭക്ഷണമില്ലാതെ മസ്ജിദ് നബിയുടെ ഓരത്ത് വീണു പോവാൻ ഒരു പട്ടണിക്കോലം ഓരത്ത് ടെന്റ് കെട്ടി ജീവിച്ച മഹാരഥന്മാരായ സഹാബ. നമ്മൾ ആലോചിച്ചോക്ക്, നമ്മളുടെ കയ്യിൽ എന്തല്ലേ, നമ്മളുടെ കയ്യിൽ എന്തല്ലേ? നമ്മൾ ഈ അവസ്ഥയിൽ രക്ഷപ്പെടുന്ന ചിന്ത നമ്മൾക്ക് കടന്നു വരുന്നുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു പേടി നമ്മളിൽ ഉണ്ടാവേണ്ടത് ഈമാന്റെ ഭാഗമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അബ്ദുല്ലാ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ. റസൂലേ, ഈ ഖുർആൻ അവതീർണമായത് അങ്ങേക്കാണ്, അങ്ങനെയുള്ള താങ്കൾക്ക് വേണ്ടി ഞാൻ ഓതിത്തരണോ? റഅബതി അൻ നസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാനുള്ള കൊതി കൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന് പറയാൻ, ഓതി ഞാൻ ഇതുവരെ എത്തുമ്പോ വല്ലാത്തൊരു തേങ്ങൽ കേട്ടുകൊണ്ട് എന്റെ തല ഞാൻ ഉയർത്തി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാഹ്. ഏതാണ് ആയത്തെന്നറിയോ? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ഓരോ സമൂഹത്തിനും സാക്ഷികളായി അവരുടെ പ്രവാചകന്മാരെ കൊണ്ടുവരുമ്പോ, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ സാക്ഷിയായി അങ്ങയെ കൊണ്ടുവന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്ന റബ്ബിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ അള്ളാന്റെ ഹബീബ് പോലും തകർന്നു പോവുകയാണ്. നാളെ സ്വർഗത്തില് കൊട്ടാരമുണ്ടെന്ന് അള്ളാഹു ഓഫർ ചെയ്ത റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസ്. അള്ളാഹു സ്വർഗത്തിൽ കൊട്ടാരമുണ്ടെന്ന് കാത്തിരിക്കുന്നു എന്നാണ്. നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ആ ഉറപ്പുള്ള പ്രവാചകനാണ്. ഖുർആനിലെ 4 അധ്യായം സൂറത്തുൽ നിസാഇന്റെ 41 ആയത്ത് കേൾക്കുമ്പോ കരഞ്ഞിട്ട് പറഞ്ഞു, നിർത്തണേ അബ്ദുല്ലാ. നാളെ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെ വിളിക്കപ്പെടുന്ന സ്വഹാബിയുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അള്ളാന്റെ റസൂലിന്റെ സാഹിബ് എന്ന് ഖുർആൻ അഭിസംബോധന ചെയ്ത സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരച്ചില്ലകളിൽ പാറുന്നൊരു പക്ഷികളെ കണ്ടപ്പോൾ അദ്ദേഹം പറയാൻ, ഒരു കവിതാ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ, ഞാനും ഒരു പക്ഷിയായിരുന്നെങ്കിൽ എനിക്ക് അള്ളാന്റെ വിചാരണ നേരിടേണ്ടി വരില്ലല്ലോ. ഒരു മൺകട്ട കയ്യിലെടുത്തിട്ട് ഈ അലീത്തനിക്കും തുഹാദിഹിത്തുബന, ഇതുപോലൊരു മൺകട്ട ഞാനാണെങ്കിൽ അള്ളാന്റെ വിചാരണ എനിക്ക് നേരിടേണ്ടി വരില്ലല്ലോ എന്ന്. നമ്മൾ ആലോചിക്കേണ്ട, നമ്മളും പരലോകത്തേക്ക് പോവാണ്, അവരും പരലോകത്തേക്ക് പോവാണ്. അവരെന്തൊക്കെയോ ചെയ്തു വെച്ചു, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ട് പോലും അവരുടെ ഭയം അത്രമേൽ കടുപ്പമുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദ് നബിയുടെ ഓരത്ത് അള്ളാന്റെ പ്രവാചകൻ അന്ന് ക്ലാസ് എടുക്കുമ്പോൾ മുത്തുനബി ആ മിമ്പറിൽ വെച്ച് പറയാൻ, സ്വർഗത്തിൽ ഒരു മനോഹരമായ അരുവിയുടെ ഓരത്ത് സുന്ദരമായ ഒരു വെള്ളക്കൊട്ടാരം കാണിക്കപ്പെട്ടു. ഞാൻ ആ കൊട്ടാരത്തിൽ കയറിയില്ല, കാരണം അത് ആരുടേതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമറിനുള്ള കൊട്ടാരാണ്. ഉമർ കുറച്ച് ഈറത്തുള്ള ആളാണ്, ദേഷ്യമുള്ള ആളാണ്. എൻ്റെ ഉമറിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ അവിടെ കയറിയില്ല എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. കൈകളുയർത്തി ചോദിക്കുന്നുണ്ട്, അലൈക യാ റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ റസൂലേ? അങ്ങയോട് ഞാൻ ദേഷ്യപ്പെടാനോ? ആ സ്വർഗത്തിൽ കൊട്ടാരം ഉറപ്പുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഫൈറൂസ് അബൂലൂലത്തുൽ മജൂസിയുടെ കുത്തുകൊണ്ട് താഴെ വീണ് അവിടെ നിന്ന് കരഞ്ഞവരോടൊക്കെ തിരുത്തി കൊടുത്ത് വീട്ടിൽ നിന്ന്, പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മാറ്റി. മരിക്കണ നേരത്ത് പോലും അദ്ദേഹം പറയണത്, ഈ ഉമറിന്റെ അവസാന നിമിഷത്തിലെ കിടത്തം കണ്ടിട്ട് എന്റെ റബ്ബിന് എന്നോട് കരുണ തോന്നിയാലോ, സക്കറാത്തിന്റെ വേദനയിൽ അല്ല ഇളവ് തന്നാലോ, പരലോകത്തെ റബ്ബിനിക്ക് റഹ്മത്ത് തന്നാലോ എന്നാണ്. ആ ഒരു ഭയം അവരുടെയൊക്കെ മനസ്സുകളിലൂടെ കടന്നു വന്നുള്ളതാണ്. അള്ളാന്റെ പരലോകം, മരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു പേടിയില്ലായിരുന്നു. നമ്മളൊക്കെ ഒന്ന് സമാധാനത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കാൻ. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഈ അമലും കൊണ്ട് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് നമ്മൾ യാത്ര പോവാൻ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചെയ്യാം, കാത്തുവെക്കല്ല. അതുകൊണ്ട് എത്ര കൊല്ലം ജീവിച്ചാൽ അള്ളാഹിനോട് എന്താ ചോദിക്കാം? ഒരു കൊല്ലമൊന്നും ചോദിക്കില്ല, ഒരല്പസമയം തരുമോ. പക്ഷെ അള്ളാഹു തആല മടക്കി വിടില്ല. വിശുദ്ധ ഖുർആനിലെ 23 അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99, 100 ആയത്തിൽ കാണാം, ചില ആളുകൾ പറയുന്നുണ്ട്, റബ്ബി റജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാഹ്, ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്, ഇതുവരെ ചെയ്യാത്ത അമലുകളൊക്കെ ചെയ്തോളാം. അതേ ആശയം തന്നെ സൂറത്ത് മുനാഫിഖൂനിലും അല്ലാഹു തആല ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷെ എന്താ പറയണത്? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അവൻ വെറുതെ പറയുന്ന ഒരു വർത്തമാനം മാത്രമാണത്.
വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅസൂൻ. അവന്റെ പിന്നിലുള്ളത് ബർസഖാണ്, മറയുടെ ജീവിതമാണ്. അവനെ മടക്കി വിടണ്ട എന്ന് അള്ളാഹു മലക്കുകളോട് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ആരും മടക്കി തരൂല്ല. ഒരല്പസമയം തരുമോ, ഞാൻ നന്നായിക്കോളാം, പക്ഷെ അള്ളാഹു താല മടക്കി തരൂല്ല. പ്രിയമുള്ളവരെ, മയ്യത്ത് കട്ടിലേറി വീട്ടിൽ നിന്നൊരു യാത്ര പോകുമ്പോ നമ്മൾ വിചാരിക്കണ്ട കേട്ടോ, അംഗബലങ്ങളോ ആൾബലങ്ങളോ ഒരാളുമില്ല. നമ്മളുടെ വീട്, നമ്മളുടെ വാഹനം, നമ്മളുടെ സൗകര്യങ്ങളെല്ലാം വിട്ടു. നമ്മൾ ആലോചിച്ചൊക്കെ ഈ എലാങ്കോടിന്റെ മണ്ണിലൂടെ നമ്മൾ യാത്ര ചെയ്തിരുന്ന നമ്മളുടെ വാഹനം പോലും കാർ പോർച്ചിൽ മാറ്റിയിടപ്പെട്ടു. മയ്യത്ത് കട്ടിൽ നമ്മളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഡ്രസ്സുകളുടെ ഒന്നുമില്ല. ഇവിടെ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന കഫം പുടവയിൽ നമ്മളെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുമ്പോ ആലോചിക്ക് പ്രിയമുള്ളവർ, നമ്മൾ മാത്രമായിട്ട് പോണ ഒരു നിമിഷമുണ്ട്. മരണത്തിന്റെ വേദന തിന്നുമ്പോഴും ഒറ്റക്കാൻ ഏതോ ഒരു പ്രത്യേകമായ ദിശയിലേക്ക് കണ്ണു നട്ട് കണ്ണിലോട് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീര് പോലും സ്വന്തം കരങ്ങളെ കൊണ്ട് തുടക്കാൻ കഴിയാതെ നിസ്സഹായനായി കാത്തു കെട്ടിക്കിടക്കുമ്പോ ഈ യാത്രയിൽ മയ്യത്ത് പോകുമ്പോഴും മനുഷ്യന് കരയുന്നുണ്ട്. എന്നൊന്ന് മടക്കിച്ചൊരോ, സ്വർഗത്ത് പോകാൻ ഭാഗ്യമില്ലെങ്കിൽ, നരകാവകാശിയാണെങ്കിൽ കരയുന്നുണ്ട്. പക്ഷെ അള്ളാഹു താല മടക്കി തരൂല്ല. ആ ഖബറിൽ നമ്മൾ അറിയുന്നുണ്ട്, എന്നെ ഒറ്റക്കാക്കി എല്ലാവരും വിട പറയാൻ. ആ ശബ്ദം പോലും അള്ളാഹ് കേൾപ്പിക്കുമെന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹക്കാണ്, അത് സത്യമാണ്. നമ്മൾ ആലോചിക്കും പ്രിയമുള്ളവരെ, ആ പരലോകത്തെ മൃഗങ്ങളെ അള്ളാഹു മണ്ണാക്കി കളയുമ്പോ എല്ലാം അഹങ്കാരത്തോടെ നിഷേധിച്ച് തള്ളിയവനും പറയും, യാലൈച്ചനി കുന്തു തുറാബ, ഞാനൊന്ന് മണ്ണായിരുന്നെങ്കിൽ. ഇവിടെ ചെയ്ത മുഴുവൻ പ്രവർത്തനങ്ങളുടെ രേഖയും കയ്യിലൂടെ നൽകപ്പെടുമ്പോ ഇടത് കൈയിലൂടെ നൽകപ്പെടുന്ന പരാജിതൻ കരഞ്ഞിട്ട് പറയും, ലം ഊത്ത കിതാബിയ, എനിക്കതൊന്ന് കിട്ടാതിരുന്നെങ്കിൽ. ജീവിതത്തിലെ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓരോ വെള്ളിയാഴ്ചയും സുബഹി നൽകുന്ന അധ്യാപനം വലുതാണ്. ആ സുബഹിന്റെ സൂറത്ത് സജ്ദയിലെ 12, 13, 14 ആയത്തുകളിൽ അല്ലാഹ് പറയണില്ലേ, വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസു റൂസിഹിം ഇൻദ റബ്ബിഹിം വലൗ തറാ ഇദിൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, നാകിസു റൂസിഹിം, അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലൂടെ കടന്നു വരികയാണ്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല. സൂറത്ത് യാസീനിലൂടെ അല്ലാഹ് പറയുന്നുണ്ട്, അഗ്ലാലൻ ഫഹിയ ഇലൽ അദ്ഖാനി ഫഹും മുഖ്മഹൂൻ, അവരുടെ പിരടി മുതൽ ഞെരിയാണി വരെ ചങ്ങലകളാൽ ബന്ധിച്ചവരായി കടന്നു വരുമ്പോ അവര് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങളെ കണ്ടു അല്ലാ, സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു അല്ലാ, കൊട്ടാരം കണക്ക് തീപ്പൊരികൾ പാറുന്നത് കണ്ടു അല്ലാ, നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയല്ലാ, വസമിഅനാ, അതിന്റെ ഇരമ്പലും മട്ടഹാസവും മലർച്ചയും ഞങ്ങൾ കേട്ടുപോയവരാണ് റബ്ബേ, ഫർജിഅനാ നഅമൽ സാലിഹാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ നല്ലത് പോലെ അമല് ചെയ്തോളാം അല്ലാ, ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങളെ ദൃഢവിശ്വാസികളായിക്കൊള്ളാമല്ല, ഉറപ്പായും അല്ലാഹ് എന്ന റബ്ബിനോട് കെഞ്ചി പറയുന്ന നിമിഷങ്ങളിലൂടെ അല്ലാഹു മടക്കി വിടുന്നില്ല. അള്ളാന്റെ മറുപടി വരുന്നുണ്ട്, ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഫദൂഖൂ, നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ, ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ? ദുനിയാവിന്റെ പളപളപ്പുകൾക്ക് പിന്നാലെ ഓടുമ്പോ അള്ളാന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കേണ്ടി വരുമെന്ന നാളിനെ നിങ്ങൾ മറന്നതല്ലയോ? അതുകൊണ്ട് അല്ലാഹ് പറയുന്നുണ്ട്, ഇന്നാ നസീനാക്കും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുകയാണ്, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ എന്ന് അല്ലാഹു തആല പറയും. അവിടെയും പടച്ചവനോട് പറയും,
ഒന്ന് മടക്കിച്ചേരോ, നന്നായിക്കോണം. ഏതുവരെ പറയുന്നറിയോ? നരകം അടച്ചു മൂടപ്പെട്ടതാണ്. അതിലേക്ക് അതിന്റെ ആളുകൾ എറിയപ്പെടാൻ അതിന്റെ കമാനങ്ങൾ തുറക്കുമ്പോ, ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോ, കൊട്ടാരം കണക്ക് തീപ്പൊരി പാറുന്ന നരകത്തില് ആ മനുഷ്യനെ വലിച്ചെറിയപ്പെടുന്നോ, നോക്ക് നിങ്ങൾ, എന്റെ അടുത്ത മൂമെന്റ് നരകമെന്നറിയുമ്പോ ആ നിമിഷം കരഞ്ഞിട്ട് പറയുമല്ല, ഒരല്പസമയം ഒന്ന് മടക്കി തരോ. അള്ളാഹു മടക്കി തരൂല. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. പക്ഷെ അതിന്റെ കൂടെ ചേർത്ത് പഠിക്കണേ, വറഹ്മതി ഗലബത് ഗളബി, എന്റെ കാരുണ്യമാണ് എന്റെ കോപത്തിന് അതിജയിച്ചറിയുന്ന. അതുകൊണ്ടാണ് അള്ളാഹു ഒരു വേദഗ്രന്ഥം ഇറക്കി നമുക്കത് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഒരു പ്രവാചകനെ നമുക്ക് മുമ്പിൽ തന്നത്. അതുകൊണ്ടാണ് ഈ ഒരു അവസരം പോലും അള്ളാഹു നമുക്ക് മുമ്പിലൂടെ തന്നത്. എല്ലാം നേരത്തെ പറഞ്ഞു തന്നത് ഒരു മാറ്റത്തിന്റെ തീരുമാനമെടുക്കാനാണ്, രക്ഷപ്പെടണമെന്ന് തീരുമാനിക്കാനാണ്. അതുകൊണ്ട് ആര് നരകത്തിയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നുവോ ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചത് എന്നാൽ ഈ ദുനിയാവ് നമ്മളെ വഞ്ചിക്കുന്ന ഒരു വഞ്ചനാ ചരക്ക് മാത്രമെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തീരുമാനമെടുക്കണം. എനിക്കൊരിക്കലും ആ നരകത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരുപാട് തൗഹീദ് ഉൾക്കൊണ്ട ആൾക്കാരും ഒരുപാട് കാലം മലയാള ഹുത്തുബ കേൾക്കാനുള്ള ഭാഗ്യമൊക്കെ കിട്ടിയുണ്ട്. നമ്മളൊക്കെ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, ഞാൻ എന്തായാലും തൗഹീദുള്ള ആളല്ലേ, കുറച്ചൊക്കെ തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എന്തായാലും അവസാനം ഇപ്പം ഞാൻ എന്തായാലും സ്വർഗത്തേക്ക് എത്തുമല്ലോ എന്നൊരു ചിന്താഗതിയൊക്കെ നമ്മളുടെ ആരുടെയെങ്കിലും ഒക്കെ മനസ്സിന് അടക്കി ഭരിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹക്ക് തന്നെയാണ്. ഒരാൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ മറ്റുള്ള തെറ്റുകളുടെ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ മനുഷ്യൻ അള്ളാഹു തആല സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. പക്ഷേ ഒരു നിമിഷം പോലും ആ നരകത്തിനെ സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. കാരണം അത് നിസ്സാരമല്ല, അത് നിസ്സാരമല്ല. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിക്കുന്ന ദിവസം മുത്തനബി കടന്നു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഒരൽപ്പം റൊമാൻറ്റിക് ആയിട്ട് പ്രവാചകനോട് സംസാരിച്ചു, റസൂലേ, അങ്ങയുടെ മാറത്തുനിന്ന് തലവെച്ച് കിടക്കണമെന്ന് അള്ളാഹിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. ആയിഷ, ഇന്ന് അതിന് പറ്റിയ ദിവസമല്ല ആയിഷ, ഇന്നിറങ്ങിയ ആയത്തുകൾ എന്റെ മനസ്സിനെ ഉൾക്കിടലും കൊള്ളിക്കുന്നുണ്ട്. ആയിഷ, പായെടുക്കുക ആയിഷ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലിന്റെ മേലെ നീര് വരുവോളം ആ രാത്രിയിലൂടെ നിസ്കരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഹദീസിലൊക്കെ പഠിച്ചത്. അഫല അകൂന അബ്ദൻ ശുക്കൂറ, ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് നന്ദിയുള്ള ഒരടിമയായി തീരേണ്ട ആയിഷ എന്ന് ചോദിച്ചത് ആ രാത്രിയിലെ നിസ്കാരം. അന്ന് പ്രവാചകൻ ഇത്ര വേദനിപ്പിക്കുമാറ് ഇറങ്ങിയ ആയത്ത് ഏതാണെന്നറിയും? സൂറത്ത് ആലി ഇംറാൻ 190-191 ആയത്തുകളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്, തീർച്ചയായും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم, അവരുടെ നൃത്തത്തിലും ഇരുത്തത്തിലും കിടത്തത്തിലുമെല്ലാം അവരല്ലാഹനെ കുറിച്ച് ഓർക്കുന്ന ആളുകളാണ്. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുമ്പോ അവര് പറയുന്നുണ്ട്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ, അല്ലാഹുവേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ അല്ലാഹ്, സുബ്ഹാനക, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നുണ്ട്. ഫഖിനാ അദാബന്നാർ, നരകത്തിന്റെ തീയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആകാശഭൂമികളെ രാപ്പകലുകൾ മാറി മാറി വരുന്നതിന്, സൂര്യനെ ചന്ദ്രനെ അല്ലാഹു തന്ന മനുഷ്യനുള്ള അനുഗ്രഹമാണെങ്കിലോ, നന്ദി ചെയ്യാനുള്ള മനസ്സില്ലെങ്കിലോ, അല്ലാഹു നരകത്തിലൂടെ ഇടുന്നതാണ് വിഷയമെങ്കിലോ, റബ്ബനാ ഇന്നക മാ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈത വമാ ലിൽളാലിമീന മിൻ അൻസാർ, അല്ലാഹുവേ ആരെയെങ്ങാനും നീ നരകത്തിലൂടെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സഹായിയും ഇല്ല അല്ലാഹ്, ഒരാളും അവരെ രക്ഷിക്കാനില്ല റബ്ബേ. അക്രമികൾക്ക് ഒരു സഹായില്ല, ഒരു സഹായില്ല. ഈ ആയത്ത് കേട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കണേ.
മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഫഅൻദർച്ചുക്കും നാറൻ തലല്ലാ എന്നുള്ള ആയത്ത് കേട്ട് ബോധരഹിതനായി അദ്ദേഹം താഴ്ത്ത് വീഴാൻ. നരകം അത്രമേൽ ഭയാനകരമാണ്, അത്രമേൽ ഭയാനകരമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, എന്ന് പോകേണ്ടി വന്നാലും ആ നരകത്തിന്റെ വക്കിലേക്ക് ഞാനില്ല എന്ന് തീരുമാനിക്കാൻ ഈ സമയത്ത് അതിന് നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വേണം, ഒരു ഗാംഭീര്യം നമ്മുടെ ഉള്ളിൽ വേണം. അത് നിസ്സാരമായ സംഭവമല്ല. അതിന്റെ ആഴം പോലും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇരുന്നു. ഇത് സമിഅനാഹാ വജബാ, വല്ലാത്ത ഭയാനകരമായ ശബ്ദം കേട്ട് ഞങ്ങൾ കോരിത്തരിച്ചു പോയി. അല്ലാഹുവിന്റെ മുത്ത് റസൂല് പറയാണ്, ആ ശബ്ദം ഏതാണെന്നറിയുമോ? ഇന്നഹു ഹജറുൻ റമാ ബിഹി ഫിന്നാർ മുൻദു 70 ഖരീഫാ. 70 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു പോയ ഒരു കല്ല് അതിന്റെ അടിത്തട്ടിൽ എത്തിപ്പോയ ശബ്ദമാ. നരകത്തിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞൊരു കല്ല് അതിന്റെ താഴേക്ക് എത്താൻ 70 വർഷങ്ങളോളം സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ നരകത്തിന്റെ ആഴം അത്രമേൽ വലുതാണ്. ആ നരകത്തിന്റെ വിശാലത എത്ര എന്നറിയും? മുത്തനബി പറയാ, സൂര്യനും ചന്ദ്രനും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ, എന്താ സൂര്യൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭൂമിയില്ലേ, 13.5 ലക്ഷത്തിലധികം ഭൂമി കൊള്ളും ഒരു സൂര്യന്റെ ഉള്ളിൽ. 13.5 ലക്ഷത്തിലധികം ഭൂമി കൊള്ളും ഒരു സൂര്യന്റെ ഉള്ളിൽ. ആ സൂര്യനെയും ചന്ദ്രനെയും കൊണ്ടുവന്ന് നരകത്തിലിട്ടാൽ സൗറാനി മുഖവ്വിറാൻ, ചുറ്റിപ്പൊതിഞ്ഞ 2 കാളകളെ പോലെ മാത്രമേ നിങ്ങൾക്ക് തോന്നൂ എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആ നരകത്തിലേക്ക് എറിയണ മനുഷ്യന്മാരില്ലേ, അവരുടെ രൂപം വികൃതമായ രൂപത്തിലെ അള്ളാഹു നരകത്തിലേക്ക് എറിയുള്ളൂ. കാരണം അവരുടെ പല്ലിന്റെ മോണക്ക ഉഹുദ് പോലെയാണ്. നമ്മുടെ സാധാരണ പോയാൽ ഉഹുദിന്റെ അവിടെ കാണുന്ന ചെറിയ കുന്നിനല്ല പറഞ്ഞേ, 2 കിലോമീറ്റർ ഉയരവും 6 കിലോമീറ്റർ വീതിയുമുള്ള ഉഹുദിന്റെ ജബലെടുക്ക് പോലെയാണ് അവരുടെ പല്ലിന്റെ മോണ എന്നുള്ളത്. അവരുടെ 2 ഷോൾഡറുകളുടെ ദൂരം മസീറത്ത് 3 അയ്യാം, 3 ദിവസത്തെ സഞ്ചാര ദൂരമാണ് 2 ഷോൾഡറുകൾക്കിടയിലുള്ള ദൂരം. എന്നാൽ ഇരിക്കാൻ കൊടുക്കുന്ന സ്ഥലം ബൈന മക്ക വൽ മദീന, മക്കയുടെ മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണ്. അവരുടെ തൊലിയുടെ കനവെന്ന് പറയുന്നത് 42 മുഴമാണ്. എന്തുകൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദന അറിയുന്നത് അവന്റെ ഏറ്റവും വലിയ അവയവമായ ത്വക്ക് മുഖാന്തരമാണെങ്കിൽ, കുല്ലമാ നളിജത് ജുലൂദുഹും ഫബദ്ദൽനാഹും ജുലൂദാ, അവരുടെ തൊലികൾ ഇങ്ങനെ പഴുത്ത് പാകമാകുമ്പോ അല്ലാഹു തൊലികളെ മാറ്റി കൊടുക്കുകയാണ്. അത്തരം വിരൂപികളായ ആളുകളെ കൊണ്ടുവന്ന് നരകത്തിലിടുമ്പോ അവസാനത്തെ മനുഷ്യനെയും നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോ ആ നരകത്തിനൊരു ചോദ്യമുണ്ട്, വഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ അല്ലാ, ഇനിയുമുണ്ടോ അല്ലാ. നരകം നിറയില്ല. ആ നരകത്തിന് വ്യത്യസ്തമായ തട്ടുകളുണ്ട്. ശിക്ഷയുടെ ഗാംഭീര്യത്തിനനുസരിച്ച് അതിന്റെ കമാനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും ഒരു നിമിഷം പോലും ആ നരകത്തിൽ കടക്കൂല എന്ന് തീരുമാനമെടുക്കാൻ. കാരണം നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അതിന്റെ ഏറ്റവും നിസ്സാരം മുത്തുനബി പറഞ്ഞു, ഇന്ന അഹ്വനു അഹ്ലിന്നാരി അദാബ, നരകത്തിന്റെ ആളുകളുടെ ശിക്ഷകളില് ഏറ്റവും നിസ്സാരമായ ശിക്ഷ കാലിന്റെ താഴെ ഒരു തീക്കനൽ വെക്കുമ്പോഴേക്ക് ഫതുഅലി ദിമാഅ, അവന്റെ തലച്ചോറ് ഇങ്ങനെ തളച്ചു മറിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, അവിടേക്ക് പോവില്ല എന്ന് തീരുമാനം നമ്മൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ മക്കൾ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കാൻ അള്ളാന്റെ ഖുർആൻ നമ്മളോടൊരു താക്കീത് നൽകുന്നുണ്ട്, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളായ ആളുകളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ കുടുംബത്തെ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ അഹ്ലുകാരെ, കുടുംബത്തിനെ. ചിന്തിക്കാൻ പറ്റുമോ? നമ്മളുടെ മുമ്പില് നമ്മളുടെ മക്കളെ വലിച്ച് അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ
കണ്ടു നിൽക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? നമ്മളുടെ പ്രിയപ്പെട്ടവളെ വലിച്ചെറിയുമ്പോ, നമ്മളുടെ പ്രിയപ്പെട്ട കുടുംബത്തിന് എറിയപ്പെടുമ്പോ, പക്ഷെ പരാജിതനാണെങ്കിൽ ഉണ്ടല്ലോ, കരഞ്ഞിട്ട് പറയും എന്റെ മക്കളെ നരകത്തിലിട്ടാലും വേണ്ടില്ല റബ്ബേ എന്നെ രക്ഷപ്പെടുത്തോ. അത്ര നമ്മളൊക്കെ വിചാരിക്കും അങ്ങനൊന്നും പറയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ നിങ്ങള്? കഴിഞ്ഞ വർഷം വയനാടിന്റെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടായില്ലേ? അതിലൊരു മനുഷ്യന്റെ ഹൃദ്യമായ ഒരു കുറിപ്പുണ്ട്. അതിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, പറയൂല്ലേ, മരണം മുന്നിൽ കണ്ടപ്പോ പോലും മനസ്സ് മാറി. അതേ പറയാം, മണ്ണിന്റെ മണം ഇങ്ങനെ, ചളിയുടെ മണം ഇങ്ങനെ അടിച്ചു വന്നപ്പോ, വെള്ളം വരാൻ തുടങ്ങിയപ്പോ എന്റെ കയ്യിലുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഓടി. തൊട്ടപ്പുറത്ത് എൻ്റെ ഉപ്പയും ഉമ്മയും ഉണ്ടായിരുന്നു. അവരെ വിളിക്കാൻ പോലും ഞാൻ കാത്തുന്നില്ല, ഓടിയും. ഇന്നും അവരുടെ ബോഡി കിട്ടിയിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മളുടെ നോർമൽ അവസ്ഥയിൽ നമ്മൾ ചെയ്യോ? മരണം മുന്നിൽ കാണുമ്പോ പോലും മനുഷ്യൻ എങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ, ആ അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ലോകത്തിലെ മുഴുവൻ ആളുകളെ തന്നാലും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് മനുഷ്യൻ കരഞ്ഞു പറയുന്ന ഒരു നാളുണ്ട്. നമ്മുടെ മക്കളെ, നമ്മളുടെ കുടുംബത്തെ, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ അടുത്ത വാക്ക് പൊള്ളും നമ്മളുടെ മനസ്സ്. മനുഷ്യന്റെ കൂടെ കല്ലിനെ കത്തിക്കുന്ന നരകം എന്ന് പറഞ്ഞേ. കല്ല് കത്തുവോ? കല്ല് കത്തുവോ ദുനിയാവില്? നമ്മുടെ വീട്ടില് അടുപ്പുണ്ടാക്കുമ്പോ പാത്രം വെക്കാൻ വേണ്ടി പണ്ട് കാലത്തൊക്കെ കല്ല് നമ്മൾ വെക്കുമായിരുന്നു. ഇപ്പൊ നമ്മള് പുതിയ ടെക്നോളജിക്കൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട്. 3 കല്ല് വെക്കും. എന്തിനാണ്? ഈ കല്ല് കത്തൂല്ല, അതുകൊണ്ടാണ്. കല്ല് കത്താത്തോണ്ടാണ്. പക്ഷേ നരകത്തിൽ കല്ല് കത്തും. ഒരു 100 ഡിഗ്രി സെൽഷ്യസിന്റെ ചൂട് മതി പാത്രത്തിലെ വെള്ളം തിളക്കാൻ. 300 ഡിഗ്രി സെൽഷ്യസ് മതി സ്വർണമോ ഇരുമ്പോ ഉരുക്കോ ഈയമോ ഉരുകിപ്പോകാൻ. ഒരു 3000 ഡിഗ്രി ചൂട് വന്നാൽ, 5000 ഡിഗ്രി ചൂട് വന്നാൽ ലോകത്തെ മുഴുവൻ വസ്തുക്കളും ഉരുകി ഇല്ലാതായി പോകും. പക്ഷെ അവിടെ അവശേഷിക്കുന്ന ഒരു വസ്തുവുണ്ട്, കല്ല് മാത്രാൻ. കല്ല് മാത്രാൻ. കല്ല് കത്തണമെങ്കിൽ 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണമെന്ന് പറയപ്പെടുന്നത് അല്ലാഹു ആലം. 1.5 ലക്ഷം ഡിഗ്രി. കയ്യിലുള്ള ഇരുമ്പ് വെള്ളമാക്കി എടുക്കാൻ 300 ഡിഗ്രി സെൽഷ്യസ് മതിയെങ്കിൽ, കല്ല് കത്താൻ 1.5 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണമെങ്കിൽ ആ കല്ല് നരകത്തിൽ കത്തുമെന്ന് പറഞ്ഞാൽ നരകം ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് എരിക്കപ്പെടുന്ന ഒരു സാഹചര്യം, അതിൽ മരിക്കണുണ്ടോ? പിന്നീട് ജീവിതമില്ല, മരണമില്ല, ശാശ്വതമായി അനുഭവിക്കേണ്ടി വരുന്നൊരു ഇടമാണ്. ശാശ്വതമായി അനുഭവിക്കേണ്ടി വരുന്നൊരിടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ നരകത്ത് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ എന്തെന്നറിയോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ടത് എവിടേക്കാണ്? അള്ളാന്റെ സ്വർഗത്തിലേക്കാണ്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആത്മപരിശോധന ഉണ്ടാവണം. എൻ്റെ കയ്യിലുണ്ടോ? അമലുണ്ടോ? ഇന്ന് വരെ ഒരാവർത്തി അള്ളാന്റെ ഖുർആൻ വായിച്ചു നോക്കിയ എത്ര ആളുണ്ടാവും നമ്മളുടെ കൂട്ടത്തിൽ? ഇത്രയൊക്കെ വന്നില്ലേ ആയുസ്സിന്? 3,23,000-ത്തിലധികം വരുന്ന ഹർഫുകൾക്ക് ഓരോ ഹർഫിനും നോർമലി 10 നന്മ വെച്ച് അള്ളാഹു താല പഠിപ്പിച്ചിട്ട് എത്ര സമ്പാദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളാന്റെ ഖുർആൻ എന്ന് നമ്മൾ ആലോചിച്ച വട്ടപൂജയായിരിക്കും. 5 വക്ത നിസ്കാരം കൊടുക്കുന്നുണ്ട് അള്ളാഹ്, അല്ലെ? 25 മിനിറ്റ് ഒരു ദിവസം കൊടുത്തുകൊണ്ട് ആയിട്ടുണ്ടോ നമ്മളുടെ ലൈഫിൽ? അതും അതിലെത്ര, 10-ൽ എത്ര എനിക്ക് കിട്ടുമെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മനസ്സും ഏകാന്തമായ ചിന്തയും അള്ളാഹു തൃപ്തിപ്പെടുന്ന രീതിയിൽ നിസ്കരിക്കാൻ. ആ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്നെങ്കിലും വാങ്ങിയിട്ട് പറയാൻ. കാരണം അള്ളാഹ് സ്വീകരിക്കില്ലെന്ന് അറിയില്ല. നിസ്കാരം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടോന്ന് അറിയില്ല. അപാകതകൾ ഉണ്ടെങ്കിൽ എൻ്റെ റബ്ബേ എനിക്കൊന്ന് പുറത്തു തരണമെന്ന് പറയാനുള്ള മനസ്സിന് ഇരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് തിങ്കളും വ്യാഴങ്ങളും കടന്നുപോയി. എത്ര സുന്നത്ത് നോമ്പ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെന്ന് പറയാൻ. എത്ര റമദാനിലെ നോമ്പ് തന്നെ അതിൻ്റെ അർത്ഥവത്തായ രീതിയിൽ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയാൻ. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ കയ്യിൽ ഒന്നുമില്ല പ്രിയമുള്ളവരെ, ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാനത് പറഞ്ഞ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പശ്ചാത്താപത്തിന്റെ ഒരു മനസ്സോടെയല്ലാതെ ചെയ്തു വെച്ച പാപങ്ങൾ ഒരു പക്ഷേ ആരോടും പറയാനില്ല, മനസ്സിലുണ്ടായാൽ മതി. ആരോടും തിന്മകളെ പരസ്യപ്പെടുത്തേണ്ട കാര്യമില്ല. സ്വർഗത്ത് പോണ സൗഭാഗ്യവാന്മാരായ ആളുകൾക്ക്, വിശ്വാസികൾക്ക് അള്ളാഹ് കൊടുക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം എന്താണെന്നറിയാം? അള്ളാഹിന്റെ വിചാരണ രഹസ്യമായിരിക്കുന്ന മറട്ടിട്ടാണ് അള്ളാഹ് വിചാരണ ചെയ്യുക. അള്ളാഹു ആ തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇല്ലേ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഈ മൈക്കിന്റെ മുമ്പിൽ കാണുന്ന എന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ, എൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ഡ്രസ്സ് അയൺ ചെയ്ത് സുന്ദരന്മാരായിട്ട് വന്നിരിക്കണം നമ്മളെ നമ്മൾ പരസ്പരം കാണുന്നുള്ളൂ. നമ്മുടെ ഉള്ള ആരും അറിഞ്ഞിട്ടില്ല. അതറിയുന്ന റബ്ബാണ്. ആ റബ്ബ് നമ്മളുടെ രഹസ്യങ്ങൾ മുഴുവൻ പരസ്യമാക്കിയാൽ നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്ത് പോണ വിശ്വാസികളെ രഹസ്യ വിചാരണ നടത്തണേ.
അവരുടെ ആ വിചാരണ പോലും മനുഷ്യൻ വിചാരിക്കും, പഠിച്ചോനെ എന്നെ നരകത്ത് കിടുമോന്ന് വരെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അള്ളാഹു സ്വർഗത്തേക്ക് മാറ്റും. അതുകൊണ്ട് തന്നെ തിന്മകളുണ്ടോ പരസ്യപ്പെടുത്താനല്ല, പക്ഷെ അള്ളാഹിനോട് പറയാം, പശ്ചാത്തപിക്കാം. ഇനി കാത്തുവെക്കാനില്ല പ്രിയമുള്ളവരെ, കാത്തുവെക്കാനില്ല. നമ്മളുടെ റബ്ബ് അത്രയും നമ്മളോട് കാരുണ്യവാനാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തട്ടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ സീറത്ത് ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ചരിത്രഗ്രന്ഥത്തിൽ കാണാം, ഒരാൾ മുത്തനബിയുടെ മുമ്പിൽ കടന്നു വന്നു. ചോദിച്ചു, റസൂലേ, കഴിഞ്ഞു പോയ കാലങ്ങളിലെ പാപങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ചാൽ പൊറുത്തു കിട്ടോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും അള്ളാഹ് പൊറുത്തു തരും. ആ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് ചോദിച്ചു, ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? ഹംസയെ കൊന്നവന് മാപ്പുണ്ടോ? മുത്തനബി ചോദിക്കുന്നുണ്ട്, നീ വക്ഷിയാണോ? അന്ത വക്ഷി? അതേ റസൂലേ, അറിയില്ലായിരുന്നു, അങ്ങേക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അറിയില്ലായിരുന്നു. അടിമത്തപ്പാളയത്തിന്റെ മോചനത്തിന് ഹിന്ദു ഓഫർ ചെയ്തപ്പോ നേരിടാൻ ധൈര്യമില്ലാതെ ഒരു പാറക്ക പിന്നിൽ ഇങ്ങനെ ഒളിച്ചിരുന്നതാണ്. ശത്രുവിനോട് അടരാടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു മുന്നിൽ വന്നപ്പോ കയ്യിലുള്ള ചാട്ടുളി അദ്ദേഹത്തിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു എന്ന് പറയുമ്പോൾ മുത്തറസൂൽ ചോദിക്കുന്നുണ്ട്, പറ്റുമെങ്കിൽ എൻ്റെ മുമ്പിൽ വരാതിരിക്കോ വക്ഷി? നിന്നോട് എനിക്ക് ഉറപ്പല്ല, നിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് എൻ്റെ ഹംസയെ ഓർമ്മ വരാണ്. അന്ന് നാട് വിട്ടതാ വക്ഷി. പിന്നീട് വക്ഷി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് യമാമ യുദ്ധത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നത് വക്ഷിയാണ്. എന്ത് പറയണം പേര് കേൾക്കുമ്പോൾ? റളിയല്ലാഹു അൻഹു. മുസൈലിമത്തുൽ കദ്ദാബിനെ കൊന്നതും വക്ഷിയാണ്, റളിയല്ലാഹു അൻഹു. ആ വക്ഷിക്ക് മാപ്പ് കൊടുത്ത അള്ളാഹിനോടാണ്. സയ്യിദി ശുഹദാ യാ ഹംസ എന്ന് അല്ലാഹുവിന്റെ റസൂല് നെഞ്ചുപൊട്ടി പറഞ്ഞ ദിവസം അന്ന്. ഉഹദിന്റെ സകലമാന പരാജയങ്ങൾക്ക് കാരണമാകാൻ ഒരു കാരണക്കാരനായി പ്രവർത്തിച്ചൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു. അന്നത്തെ ശത്രുക്കളുടെ പടത്തലവൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അല്ലേ? ആ മലയുടെ പിന്നിലൂടെ വന്ന മുസ്ലിങ്ങൾക്ക് നേരെ അറ്റാക്ക് ചെയ്യാമെന്ന തന്ത്രം മെനഞ്ഞത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവാണ്. നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായി കിടക്കാൻ 2 കൈയും മറ്റുപോയി നെഞ്ചിന്റെ മേലെ തുളയിട്ട് തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്. തന്റെ പ്രിയപ്പെട്ട സഹാബ ഒരുപാട് പേര് ഷഹീദാണ്, അവയവങ്ങൾ മുറിക്കപ്പെട്ടവരായി ഒരുപാട് പേര്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തർക്കായി ഖബർ കുഴിക്കാൻ കഴിയാതെ വിശാലമായ ഖബർ കുഴിക്കുമ്പോ കൂടുതൽ ഖുർആനുള്ളവരെ കിബിലയുടെ ഭാഗത്തേക്ക് ആദ്യം കിടത്തണേ സഹാബ എന്ന് അള്ളാഹിന്റെ മുത്തുനബി പറയുമ്പോ പ്രവാചകന്റെ ശരീരം പോലും രക്തത്തിലൂടെ കുളിച്ചുപോയ ആ ദിവസമില്ലയോ പ്രിയമുള്ളവരെ? ഇതിനെ മുഴുവൻ തന്ത്രം മെനഞ്ഞ് ആ ശത്രുക്കളുടെ പടത്തലവന്റെ പേര് കേൾക്കുമ്പോ ഇന്ന് എലാങ്കോടിരുന്ന് നമ്മൾ പറയും, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം സഹാബിയാണ്. പട നയിച്ച ഒരു യുദ്ധത്തിൽ പോലും പരാജയം കണ്ടിട്ടില്ലാത്ത പടനായകൻ. നോക്ക് നിങ്ങള്, ഖാദിസിയ എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ യുദ്ധത്തിലൂടെ കിസ്റ കൈസറിന്റെ സിംഹാസനം പോലും അട്ടിമറിക്കാൻ തന്ത്രം മെനയാൻ പ്രാപ്തിയുണ്ടായിരുന്ന ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അവർക്ക് പുറത്തു കൊടുത്ത അല്ലാഹുവോട് നമുക്കും പറയാനുള്ളേ, വക്ഷിയോട് അങ്ങ് ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ പ്രചോദനം കൊടുത്ത, ഓർഡർ കൊടുത്ത എന്തിന്റെ പേര് കേൾക്കുമ്പോ പറയണം റളിയല്ലാഹു അൻഹ. സഹാബത്തിന്റെ കാറ്റഗറി പഠിക്കുമ്പോ മക്കം ഫതഹിന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ ദറജയിൽ നമുക്ക് കാണാം ഹിന്ദ് റളിയല്ലാഹു അൻഹ. എന്താ അവരുടെ പ്രത്യേകത എന്നറിയോ? അവരാ തിന്മ ഒഴിവാക്കി ഇസ്ലാമിലേക്ക് പശ്ചാത്തപിച്ച് വന്നപ്പോ പിന്നെ അവരുടെ ജീവിതം പളുങ്ക് പോലത്തെ ജീവിതം. അവർ നല്ലതുപോലെ ജീവിച്ചു വരാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ റബ്ബ് കാരുണ്യവാനാണ്. അള്ളാഹിനോട് പറഞ്ഞ് നന്നായി ഇനിയുള്ള ജീവിതത്തിൽ നരകത്തിലേക്ക് എത്താനുള്ള ഒരു പ്രവർത്തനങ്ങളും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവില്ല എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ. പ്രിയമുള്ളവരെ, ആ സ്വർഗത്തേക്ക് കടന്നു പോകണമെങ്കിൽ ഞാൻ എന്നോട് സൂചിപ്പിക്കപ്പെട്ട വിഷയങ്ങളെ ഒന്ന് ഓടിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ആ സ്വർഗത്തിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ചില ആളുകളെ പറ്റി അള്ളാഹ് പറഞ്ഞു, അങ്ങോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞു. പൂർണ്ണമായും നിഷിദ്ധമാണ് എന്ന് അള്ളാഹു ചില ആളുകളെ പറ്റി പറഞ്ഞു. ഖുർആനിൽ ഒരേ ഒരു വിഷയമാണ് നേർക്ക് നേരെ അള്ളാഹു തആല
സ്വർഗമേ കിട്ടൂല എന്ന് പറഞ്ഞത് അത് ഷിർക്ക് ചെയ്തവരെ പറ്റിയിട്ടാണ്. ഖുർആൻ 5-ാം അധ്യായം സൂറത്ത് മാഇദ 72-ാമത്തെ ആയത്താൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് അല്ലാഹുവിനോട് പങ്കു ചേർത്ത് പോയോ അവർക്ക് അല്ലാഹു സ്വർഗമെന്നുള്ളത് ഹറാമാക്കിയിട്ടുണ്ട്. സ്വർഗം അല്ലാഹ് ഹറാമാക്കിയെന്നാൽ ഒരു കാലത്തിന് അവർക്ക് സ്വർഗമില്ല. മാത്രമല്ല അവരുടെ സങ്കേതം കത്തിയാളുന്ന നരകമാണെന്ന് പോലും അള്ളാഹു അവിടെ ചേർത്ത് വെച്ചു. ഷിർക്ക് ജീവിതത്തിലൂടെ കടന്നു വന്നാൽ നേർക്ക് നേരെ ഖുർആൻ സ്വർഗത്തിൽ ഒരിക്കലും പോകില്ല എന്ന് പറഞ്ഞത് അവരാണ്. നമ്മളൊക്കെ സമാധാനിക്കുന്ന അറിയോ, ഞങ്ങളുടെ ലൈഫിൽ അൽഹംദുലില്ലാ ഞങ്ങൾ ഷിർക്കൊന്നുമില്ല. പക്ഷെ നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. പേടിക്കേണ്ടതിന് പേടിക്കുന്ന വേണം. ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ലാഘവത്തോടെ ഷിർക്ക് നമ്മളിലൂടെ കടന്നു വരും. നേരത്തെ ഞാൻ മക്കളുടെ കാര്യം പറഞ്ഞില്ലേ, ആ മക്കളും ഇതേപോലെ നിങ്ങൾ വിചാരിക്കാനുണ്ടോ ബാപ്പാന്റെ തൗഹീദിൽ തന്നെ മക്കളുണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കാനുണ്ടോ? നമുക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ജന്മന മുജാഹിദയിലായിരിക്കും നമ്മുടെ മക്കൾ സലഫികൾ. ഞങ്ങൾ ആലപ്പുഴ ബി.എഡ് പഠിക്കുന്ന സമയത്ത് അവിടെ പള്ളിയുടെ മുമ്പിൽ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരു ഇക്കുണ്ട്. അദ്ദേഹം തന്നെയാണ് പള്ളിയുടെ ആളും, പള്ളിയുടെ സെക്രട്ടറി പ്രസിഡന്റ് എന്ന അദ്ദേഹമാണ്. ഞാൻ അന്ന് അവിടെ ആ പള്ളിയിൽ ഖുത്ബയും നടത്തുന്നുണ്ട് ആ ഒരു വർഷക്കാലം ബി.എഡ് പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നല്ലൊരു അടിപൊളി അറബി സോങ് ഉണ്ട്, നിങ്ങൾക്ക് പറ്റും. ഞാൻ ഓൾറെഡി പാടുന്ന കൂട്ടത്തിൽ ആ സമയത്തായതുകൊണ്ട് നിങ്ങൾക്ക് കോളേജിലേക്ക് പറ്റും, അടിപൊളി അറബി സോങ് ആണെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അത് ഷറഫുലന മൗലിദിലെ അഷ്റക്ക ബൈച്ചാണ്. അപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ജന്മലാൽ എന്താണ് മുജാഹിദാണ്. അവർ ഈ വക സംഭവം ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. നമ്മളുടെ മക്കളെ നമ്മളാണെങ്കിലോ ഒരു ഇൽമിൻ്റെ സദസ്സിക്ക് നമ്മൾ കൈപിടിക്കൂല, ഒക്കെ അവരുടെ വഴിക്ക് നമ്മൾ എന്ത് ചെയ്യും, വിട്ടുകൊടുക്കണേ. ഒരു പല അപകടങ്ങളും നമുക്ക് ഇതിൻ്റെ പേരിൽ വരാനുണ്ട്, പ്രിയമുള്ളവരെ, വരാനുണ്ട്. ഇപ്പം നമ്മളൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ മക്കളെ കയറൂരി നമ്മൾ വിട്ടുകൊടുക്കും. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങളൊക്കെ നടക്കുന്ന സമയം മാപ്പിള കലകൾക്കൊന്നും മക്കൾ കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. ഈ മാപ്പിള കലകളുടെ ഒപ്പനൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കണേ. ഏത് പ്രായത്തിലുള്ള മക്കളാണ് കളിക്കണം എന്നുള്ളത്. അത് ചെറിയ മോഡല്ലേ, 6ലും 7ലും പഠിക്കുന്ന മോഡല്ലേ എന്നൊക്കെ നമ്മൾ പറയും. 6ലും 7ലൊക്കെ പഠിക്കുന്ന മക്കൾ പറഞ്ഞാൽ 12, 13, 14 വയസ്സുള്ള മക്കളാണ്. ഇനി മാപ്പിള കല എന്ന് പറഞ്ഞിട്ട് ഒന്നല്ല, ഇന്നത്തെ സിനിമാറ്റിക് ഒപ്പനയാണ് ഇന്നത്തെ ഫാഷൻ എന്ന് പറയണത്. ഞാനൊരു സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണമെന്ന് നിങ്ങളോട് പറയാം. നമ്മളെ ലീവിനൊക്കെ നാട്ടിൽ വരുമ്പോൾ ഖുറാൻ ക്ലാസ്സിന് വരുന്ന ഒരു ഇക്കാൻ്റെ മോൻ അവിടെ പഠിക്കുന്ന സ്കൂളിൽ അവനൊരു ദിവസം അവധി എടുത്തപ്പോൾ അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എന്നെ വിതനത്തിന് ദഫ് പ്രാക്ടീസ് ചെയ്യുന്നത്, അതിന് പോയേക്കാണോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ അറിഞ്ഞത് അവനക്ക് വലിയ ക്ഷീണം ചെയ്തു, കാരണം അവൻ്റെ വാപ്പ അറിയുമല്ലോ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് രാവിലെ വന്ന പാടെ ഞാൻ എൻ്റെ വണ്ടി വരണത് ഇങ്ങനെ കാത്തിക്കാൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വാപ്പാനെ വിളിച്ച് പറയരുത്, ഞാൻ ഇനി പോവില്ല, അവസാനിപ്പിച്ച്, കാരണം നബിദിനമൊക്കെ കഴിഞ്ഞു. അത് ഉമ്മ പറഞ്ഞപ്പോൾ ഞാൻ പോയതാണ്, ഇനി ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞു. വാപ്പാനെ വിളിച്ച് പറയരുത്, വാപ്പ പറഞ്ഞ പ്രശ്നമാവും. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ വിചാരിക്കണം എന്താ പറയുക, ഞാൻ തൗഹീദിലുണ്ട്, നമ്മുടെ ഒരു സൈഡിൽ കൂടെ നമ്മുടെ മക്കളെ പോകും. ഈ വക ഷോകൾക്കൊക്കെ മക്കളെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രസം അവരുടെ മേലെ കടന്നു വരും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാളെ ഖുറാൻ ക്ലാസ്സിലേക്ക് വന്നു പറഞ്ഞാൽ മക്കൾ പറയും എനിക്ക് അതിന് സമയമില്ല എന്ന് പറയും. അപ്പം അതുകൊണ്ട് ആദ്യമേ അവർക്ക് കൊടുക്കേണ്ട രുചികളെ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം. തൗഹീദിൻ്റെ വിഷയം ഞാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്തെന്നറിയാം. തൗഹീദിൻ്റെ വിഷയത്തിൽ നമ്മൾ വിചാരിക്കും ഞാൻ ഓക്കെ ആണല്ലോ നമ്മൾ കരുതും. അതിൽ ഡേഞ്ചർ ഭാഗം അല്ലാഹുവിൻ്റെ ഹബീബ് ഒന്ന് പറഞ്ഞു, നമ്മളിലേക്കൊക്കെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. മുത്തുനബി പറയാൻ വലിയ ഷിർക്ക് അല്ലെങ്കിലും ചെറിയ ഷിർക്ക് വരുന്നത് പോലും നമ്മൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. ഏറ്റവും ചെറിയതായ ഷിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഏതാണ് നബിയെ ഏറ്റവും ചെറിയതായ ഷിർക്ക് എന്ന് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അറിയാ ലോകമാന്യതയാണ്, മറ്റുള്ള ആളുകൾ കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് പറഞ്ഞത്. എന്തെന്ന് മനസ്സിലായോ? പേലാങ്കോടുന്ന ഒരു 3 ആൾക്കാർ എറണാകുളത്തൊക്കെ യാത്ര പോവാം. ഒന്ന് പോണ വഴിക്ക് നിസ്കാരം അടിയാനായ ഒരുത്തനുണ്ട്, നിസ്കരിക്കാൻ താല്പര്യമുള്ള 2 ആളുണ്ട്, 3 ആളാണ് യാത്ര പോകുന്നത്. ഇവിടുന്ന് യാത്ര പുറപ്പെട്ട് ഏകദേശം ളുഹറിന്റെ സമയത്ത് കോഴിക്കോട് എത്തിയപ്പോൾ നിസ്കരിക്കാൻ താല്പര്യമുള്ളവർ നമുക്ക് ഇവിടെ ജമ്മം കസുറായി നിസ്കരിച്ചിട്ട് ഇവിടുന്ന് യാത്ര എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. ആ നിസ്കാരം അടിയനും കൂടെ കൂടി. കാരണം എന്താ, ഞാൻ മാത്രം നിസ്കരിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹിനോട് തന്നെ ആയിരുന്നു. സലാം വീട്ടണവരൊക്കെ ഭംഗിയായിട്ട് പ്രവാചകത്തിൽ സുജൂദും അള്ളാഹിന്റെ മുമ്പ് തന്നെയാണ്. പക്ഷെ നിങ്ങൾക്കറിയോ, നിസ്കാരം എന്ന അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് കൂടെ വന്ന 2 ആളുകൾ കാണണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി ചെയ്തപ്പോ ഇസ്ലാം എന്ന് പുറത്തു പോവില്ലെങ്കിലും
നരകം ഉറപ്പായി ലഭിക്കുന്ന തിന്മയാണ് ആ മനുഷ്യൻ ചെയ്തത്. അർരിയാ, ലോകമാന്യത. യുദ്ധത്തിന്റെ രണഭൂമിയിൽ ഷഹീദായി മുസ്ലിംകളുടെ ഭാഗത്തുനിന്ന് പോരാടി, ശത്രുക്കൾക്കെതിരെ പോരാടി. ആ പോരാട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് നേട്ടല്ലേ ആണ്. പക്ഷെ അയാളുടെ നീയത്ത് എന്താ വന്നേ? ആളുകളൊക്കെ വിചാരിക്കട്ടെ ഞാൻ ഒരു ധീരനാണ്. അവനെ നരകത്തിലേക്ക് എറിഞ്ഞു എന്ന് അള്ളാഹു മലക്കുകളോട് ഉത്തരവ് കൊടുക്കുന്ന രണ്ടാമത്തെ മനുഷ്യൻ പറയുന്നുണ്ട്, പഠിച്ചോനെ, ഞാൻ ഒരുപാട് സ്വതക്ക ചെയ്തിട്ടുണ്ട്. നീ അവന്റെ സമ്പാദ്യം മറ്റൊരാൾക്ക് വെറുതെ കൊടുത്തത്, തിരിച്ചു വാങ്ങിയിട്ടും കൂടിയില്ല. പക്ഷേ ആ കൊടുത്തത് കൊണ്ട് ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് ആളുകൾ കരുതണം എന്നുള്ള ചിന്ത വന്നപ്പോൾ അള്ളാഹിന്റെ പ്രീതി ആഗ്രഹിക്കുന്നിടത്ത് ജനങ്ങൾ വന്നു പോയി അല്ലേ. മൂന്നാമത്തെ വിഷയം, ഇൽമു പഠിപ്പിച്ചു കൊടുത്തവനെ നീ വലിയ പണ്ഡിതനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഞാനെന്ന് സുബൈൻ്റെ മുമ്പ് തൃശ്ശൂരിൽ നിന്ന് യാത്ര തിരിച്ചതാണ് ഇവിടേക്ക്. അവിടുത്തെ ക്ലാസ് കഴിഞ്ഞു ഇവിടേക്ക് വന്നു. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ യാത്ര ചെയ്ത് എനിക്ക് തോന്നുകയാണ് ഇവിടെ എല്ലാം കൂടെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വിചാരിക്കട്ടെ, എനിക്ക് കുറച്ചൊക്കെ ഇൽമുണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ, എൻ്റെ സംസാരം കടന്നു വരുന്നുണ്ടെങ്കിൽ, നാളെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ മുഴുവനും സാക്ഷിയാണ്. ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങൾ മുഴുവനും സാക്ഷിയാണ്. നാളെ അള്ളാന്റെ കോടതിയില് എന്റെ ഇരുകാല് വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും അള്ളാന്റെ കോടതിയിലെ സാക്ഷി. ഖുർആനല്ലേ, ഹദീസല്ലേ, ദീനല്ലേ, തസ്കിയത്തല്ലേ, ആളുകളെ നന്നാക്കാനല്ലേ, ഒക്കെ ശരിയാണ്. പക്ഷെ അള്ളാന്റെ പ്രീതിയുടെ സ്ഥാനത്ത് ജനങ്ങളുടെ പ്രീതി ആഗ്രഹിച്ചാൽ ലോകമാന്യതയാണ്. അതുപോലെ ഷിർക്കുൽ അസ്സറാണെങ്കിൽ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലോ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താലോ അപകടം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ മക്കളെ പോലും നമ്മുടെ ഷിർക്കിലേക്ക് തള്ളിവിടരുത്. അത് ഞങ്ങൾ ചെയ്യൂലല്ലോ നിങ്ങൾ പറയിപ്പോ. പക്ഷെ ഒരു വിവാഹാന്വേഷണം വന്നാലേ നമ്മൾ ദീന് പലപ്പോഴും പരിഗണിക്കാറില്ലേ. അതിന്റെ അപകടം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. കാരണം എന്തെന്നറിയോ, ഒന്നുകിൽ പുതിയപ്പിളനെ സെലക്ട് ചെയ്യുമ്പോൾ ഓന്റെ ഭൗതികമായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കും, ദീൻ നമ്മൾ നോക്കൂലേ. ഓൻ ചിലപ്പോൾ ജാറത്ത് പോണവനാവും, ഓൻ ചിലപ്പോൾ ഷിർക്കിന്റെ വക്താവായിട്ട് പ്രചരണം നടത്തുന്ന ഒരാളായിരിക്കും, അതിന്റെ വക്താവായിരിക്കാം. അല്ലെങ്കിൽ മകന് വേണ്ടി കൊണ്ടുവരുന്ന പെൺകുട്ടി ആ രൂപത്തിലായിരിക്കാം. അടുത്തൊരു തലമുറക്ക് പോലും അപകടങ്ങൾ കടന്നു വന്നേക്കാം. പിന്നെ നമ്മളൊക്കെ പറയുന്ന ഒരു ഉടായിപ്പ് ന്യായം ഉണ്ടല്ലോ, നമ്മളെടുത്തേക്കല്ലേ വരുന്നത്, നമ്മളെ നന്നാക്കിക്കൂടാൻ. വിവാഹത്തിന്റെ വിഷയത്തിൽ ആ കോംപ്രമൈസ് ഇസ്ലാം വെച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ഒരൊറ്റ എക്സാമ്പിൾ മതി നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്നതാരെന്നറിയോ? വെട്ടിയതാരെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഖവാരിജിയത്തിന്റെ പഴച്ച വിശ്വാസം തലയിൽ പേറിയൊരു മനുഷ്യനാണ്. ആരാ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം? അറിവില്ലാത്ത ആളാണോ? ഖുർആനിലും ഹദീസിലും പാണ്ഡിത്യമുള്ള ആളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഒരു കാലഘട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ റൈറ്റ് ഹാൻഡ് ആയി ജീവിച്ച ആളാണ്. നമുക്ക് സഹാബത്തിന്റെ കൂടെ വളർന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. ഖവാരിജിയത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രണയം തോന്നി, അവരെ വിവാഹം കഴിക്കാൻ വേണ്ടി. അന്ന് കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എതിർത്തു, അവർ പഴച്ച കക്ഷിയാണ്. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ അവളെ നന്നാക്കിക്കോളാം, എവിടെയെങ്കിലുമൊക്കെ മനസ്സിൽ തട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്ക്, ഞാൻ അവളെ നന്നാക്കിക്കോളാം. അവസാനം എന്തുണ്ടായി? അവള് നന്നായില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ചേർന്നു. അലി റളിയല്ലാഹുവിന്റെ ദിനചര്യകൾ അറിയുന്ന അദ്ദേഹം നാട്ടുകാരെ വിളിച്ചുണർത്തി പള്ളിയിലേക്ക് വരുന്ന അദ്ദേഹത്തെ വാതിൽക്കൽ കാത്തുനിന്ന് തല ലക്ഷ്യമാക്കി വെട്ടുമ്പോ പറഞ്ഞു, അലി, ഇതല്ലാക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ അതുകൊണ്ട് നന്നാക്കാന്നും കരുതിയിട്ട് നമ്മൾ മാറ്റിപ്പിടിച്ചോണ്ട്, അതുകൊണ്ട് തൗഹീദിന് കളങ്കം വരുത്തുന്ന ഒരു അവസ്ഥകളും ഉണ്ടാവരുത്. പിന്നെ നമ്മൾ പറയും, എപ്പോഴെപ്പോഴും തൗഹീദ് തന്നെ പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മളുടെ ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. പ്രവാചകന്മാരൊക്കെ തൗഹീദ് പറഞ്ഞു. ഇപ്പോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ബാനറിലെ ഈ വിജ്ഞാനവേദി മാസം വേണം, എല്ലാ മാസവും തൗഹീദ് പറയും, എല്ലാ മാസവും അധാർമികതക്കെതിരെ പറയും, എല്ലാ മാസവും റിസാലത്ത് പറയും, എല്ലാ മാസത്തിലും ആഖിറത്ത് പറയും. എന്തുകൊണ്ടെന്നറിയോ? അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന മാർഗമായതുകൊണ്ടാണ്. അതിന് വിശ്രമില്ല പ്രിയമുള്ളവരെ, വിശ്രമില്ല. അതിനർത്ഥം ബാക്കിയുള്ളത് പറയില്ല എന്നല്ല, എല്ലാം പറയും. പ്രഥമമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കടന്നു വന്ന സകലമാന പ്രവാചകന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരാണ്. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ തുടക്കം ലാ ഇലാഹ ഇല്ലല്ലാഹ്. മക്കയിൽ അവതീർണമായ സൂറത്തുകളിൽ പ്രധാനമായും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മദീനയിൽ ശരീഅത്തിന്റെ നിയമങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അതിന്റെ ഇടയിലൂടെ കടന്നു വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്റെ വേർപാടിന്റെ തൊട്ട് മുമ്പ് ഖുത്ബത്തുൽ വിദായിലെ വിടവാങ്ങൽ പ്രഭാഷണത്തിലും വന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. മസ്ജിദുൻ നബവിയിൽ
അവസാനമായി സഹാബത്തിന് വേണ്ടി ക്ലാസ് എടുക്കുമ്പോഴും ആദ്യമായി പറഞ്ഞു തൗഹീദ് തന്നെയാണ്. ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തന്റെ പ്രവാചകന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുമ്പോഴും ആ പ്രാർത്ഥനയിലും ഒന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതില്ലാത്തൊരു ജീവിതം മുത്തുനബിക്ക് അവസാനം വരെ ഉണ്ടായിട്ടില്ല. തൗഹീദ് വാർത്തെടുത്ത് ഇസ്ലാം പൂർത്തീകരിച്ച് ഉമ്മത്തല്ലേ എന്നല്ല, ഇപ്പോഴും നമ്മളുടെ ഇബാദത്തിലും പ്രാർത്ഥനകളിലും നിത്യേന ചൊല്ലുന്ന ദിക്റുകളിലും നമ്മുടെ അരക്കെട്ടുറപ്പിച്ച് വീണ്ടും വീണ്ടും പറയിപ്പിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തിനാണ്? നമ്മളുടെ തൗഹീദിനെ ഇങ്ങനെ ഉറപ്പിക്കാനാണ്. വിത്തർ നിസ്കരിക്കും, ഇന്നല്ലാഹ വിത്തർ യുഹിബ്ബുൽ വിത്തർ ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ. അല്ലാഹ് ഒറ്റ അവൻ ഇഷ്ടപ്പെടുന്നു. രാത്രി നിസ്കാരം ഒറ്റയെ റക്അത്തുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ സൂറത്ത് കാഫിറൂനും സൂറത്ത് ഇഖ്ലാസും ഓതിയിട്ടാണ് വിത്തർ നിസ്കാരം അവസാനിപ്പിക്കുക. അത് കഴിഞ്ഞ് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിലും സൂറത്ത് കാഫിറൂനും സൂറത്ത് ഇഖ്ലാസാൻ. അത് കഴിഞ്ഞ് മഗ്രിബിന്റെ 2 റക്അത്ത് റവാത്തിബിലും സൂറത്ത് കാഫിറൂനും സൂറത്ത് ഇഖ്ലാസുൻ. തവാഫ് കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുമ്പോഴും സൂറത്ത് കാഫിറൂനും സൂറത്ത് ഇഖ്ലാസാൻ. എന്ത് ഇത് ആവർത്തിക്കാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സാക്ഷാത്കാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ അതില്ലാത്ത ദുആഉൽ കർബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം 4 വർഷം. എന്തുകൊണ്ട്? ബുദ്ധിമുട്ട് വരുമ്പോഴാണ് മനുഷ്യന്മാർ പടച്ചോനെ വിട്ട് പടപ്പളിക്ക് തിരിയുക. ആ സമയത്ത് പോലും എൻ്റെ അല്ലാഹ് എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് തൗഹീദിൽ ഒരു കളങ്കം പറ്റിയാൽ ഒരു കാലത്തും പിന്നെ സ്വർഗത്ത് പോകാൻ പറ്റൂല, ശാശ്വതമായി നരകത്തിലേക്കായിരിക്കും. ഇനി അള്ളാന്റെ ഖുർആൻ മറ്റൊരു വിഷയം പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ ഭക്ഷണമാവട്ടെ അതിന്റെ വെള്ളമാവട്ടെ അല്ലാഹു തആല ഹറാമാക്കിയ ആളുകളുണ്ട്. നരകത്തിലെ മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ട ആളുകളുണ്ട്. അവർ കാഫിരീങ്ങളാണെന്ന് അല്ലാഹ് പറഞ്ഞു. പക്ഷെ ആ കാഫിരീങ്ങൾക്ക് ഒരു സ്വഭാവം പറഞ്ഞു. ആ സ്വഭാവത്തിനെ ഞാൻ നിങ്ങളൊക്കെ പേടിക്കണം. ക്ലാസിന്റെ സമയത്തിന് പരിമിതിയുണ്ട്. സൂറത്ത് അഹ്റാഫിലെ 50-ാമത്തെ ആയത്ത് ഉൾക്കൊള്ളുന്ന ഒരു പേജില്ലേ, സൂറത്ത് അഹ്റാഫിന് അഹ്റാഫി എന്ന പേര് കിട്ടാൻ കാരണമായ ആ പേജ് ഒന്ന് പോയിട്ട് വായിക്കണം. സ്വർഗത്തിന്റെ ആളുകൾ നരകത്തിന്റെ ആളുകളോട്, നരകത്തിന്റെ ആളുകൾ സ്വർഗത്തിന്റെ ആളുകളോട് ഇവരുടെ സംഭാഷണങ്ങൾ കേൾക്കുന്ന മധ്യത്തിലുള്ള അഹ്റാഫിന്റെ ആളുകളുടെ പ്രഖ്യാപനം ആ ഒരൊറ്റ പേജിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതിലെ അല്ലാഹു പ്രത്യേകം പറയാ, വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്ന. സ്വർഗത്തിന്റെ ആളുകളോട് നരകത്തിന്റെ ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്, അന്നഫീലു അലൈനാ മിനൽ മാ, ഒരു തുള്ളി വെള്ളമൊന്ന് ഞങ്ങൾക്കൊന്ന് ചൊരിഞ്ഞു തരോ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അതല്ലെങ്കിൽ അല്ലാഹു തന്ന ഉപജീവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് തരുമോ? ഒരു തുള്ളി വെള്ളം തരോ, ഒരു തരി ഭക്ഷണം തരുമോ? ഖാലു, അവര് പറയുന്നുണ്ട്, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അല്ലാഹു ഇത് രണ്ടും നിഷിദ്ധമാക്കിയതാണ്. സ്വർഗത്തിന്റെ വെള്ളമില്ല, സ്വർഗത്തിന്റെ ഭക്ഷണമില്ല. ഇവരനുഭവിക്കുന്നത് എന്താ നരകത്തില്? പ്രിയമുള്ളവരെ, ദരി എന്ന് പറയുന്ന കൈപ്പേറിയത്, മുള്ളുകൾ നിറഞ്ഞത്, അസ്ലീൻ എന്ന് പറയുന്ന ഒരു കോരി മാത്രം, ഒരു കയ്യിൽ എന്ന് പറഞ്ഞാല് അറബി പദമാണ് ശരിക്കും. അത് ജസ്റ്റ് ഒന്ന് ദുനിയാവിലെ കുറിച്ച് ഈ ലോകം മൊത്തം ദുർഗന്ധം വമിക്കുന്ന തീനത്തുൽ ഖബാൽ, ലഹരിയുമായി ബന്ധപ്പെട്ടവരോട് ശരീരം ഇങ്ങനെ കത്തിച്ചു ചാമ്പലാക്കുമ്പോൾ അതിൽ നിന്ന് വാർന്നൊലിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ജലാണ്. അതുപോലെ തന്നെ സക്കൂം എന്ന ഭക്ഷണം. അള്ളാന്റെ ഖുർആനും ഹദീസിലും ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. തിളച്ചു മറിയുന്ന ഹമീം എന്ന് പറയുന്ന, നമ്മുടെ ആലോചിച്ചൊക്കെ ഇതൊന്നും നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഒരു തുള്ളി ദാഹജലം അവരുടെ വായിലേക്ക് ഒഴിക്കുമ്പോഴേക്ക് യശ്വിൽ വുജൂഹ്, മുഖം മൊത്തം, നമുക്കറിയണ പദാൻ അല്ലേ, ഷവായ് യശ്വിൽ വുജൂഹ്, അവരുടെ മുഖം മൊത്തം പൊള്ളിപ്പോകും, അത്ര കഠിനമാണ്. അതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ല, കരഞ്ഞിട്ട് പറയാൻ. അപ്പൊ അവര് പറയും, ഇത് സ്വർഗത്തിലെ വെള്ളമാകട്ടെ ഭക്ഷണമാകട്ടെ നിങ്ങൾക്ക് കാഫിരീങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നവരോട് പറയുമ്പോ, അല്ലദീന ഇത്തഖദൂ ദീനഹും ലഹ്വൻ വലഹിബാ, അവരുടെ മതത്തിന് കളിയായി വിനോദമായി കണ്ടവരാണ്. ഈ ജീവിതത്തിന്, അവരുടെ മതത്തിനെ കളിയും വിനോദവുമായി കണ്ടവരാണവർ. ആ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. വിനോദത്തോടും കളികളോടൊക്കെ വല്ലാത്തൊരു അഭിരുചി, ഒരു താല്പര്യമൊക്കെ തോന്നുന്ന ഒരു തലമുറയിൽ നമ്മളുള്ളത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇവിടെ നിന്ന് വാപ്പാരാലോചിച്ചാൽ മതി എൻ്റെ മക്കളെ ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ പലപ്പോഴും എന്തെന്നറിയോ, ആ ഒരു തലമുറയിൽ അവർ ജീവിക്കുന്ന ഇന്നത്തെ ഒരു
അടിച്ചുപൊളി ലൈഫ് നമ്മൾ പറയണ ഒരു എന്റർടൈൻമെന്റിന്റെ ലോകത്താണ് മക്കളൊക്കെ സാധാരണ ജീവിച്ചുകൊണ്ടിരിക്കണേ. കാരണം നമ്മളും മോശമൊന്നുമല്ല, ചെറുപ്പം മുതൽ ആദ്യമേ അവരുടെ കയ്യിൽ കൊടുക്കുക മൊബൈൽ ഫോണാണ്. കുറച്ച് പ്രായമുള്ള വാപ്പ പോലും എന്താ പറയുമെന്ന് അറിയോ മക്കളെ പറ്റിയിട്ട്? എനിക്ക് ഈ ഫോണിൽ എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടെ, എൻ്റെ പേരക്കുട്ടിയില്ല, അവനാണ് എന്നെ പഠിപ്പിച്ചത്. നമ്മളൊരു അഭിമാനത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അല്ലേ? നമ്മളിങ്ങനെ പറയും, ഉമ്മ വാപ്പ അങ്ങനെ കയറുമെന്ന് പറയും, നമ്മുടെ മോനാണെന്ന് റിമോട്ട് എടുത്ത് അവൻ സ്വന്തമായിട്ട് ചാനലൊക്കെ മാറ്റണം നോക്കി. അപ്പൊ ഉമ്മാക്കും സന്തോഷമായി, വാപ്പാക്കും സന്തോഷമായി. നമ്മുടെ കുട്ടികളുടെ IQ പവറോ സ്കില്ലോ അവരുടെ മെന്റൽ കപ്പാസിറ്റി ഒന്നും കുറവാണെന്നല്ല പറയട്ടെ, നല്ല പവറുള്ള മക്കൾ തന്നെയാണ്, അതിലൊന്നും യാതൊരു സംശയവുമില്ല. പക്ഷെ അതിന് നന്മയുടെ വഴിക്ക് തിരിച്ചുവിടാൻ നമ്മളെ കൊണ്ട് കഴിയാതെ വരുന്നിടത്താണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ വിചാരിക്കും അവനെ നന്നാക്കണം, ഹയറാക്കണം എന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ നമ്മൾ ആദ്യം തന്നെ, അവൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ആദ്യം ഇനിയിപ്പോൾ ഒരു സിനിമാറ്റിക് ഡാൻസ് അവൻ കളിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോൾ ഹറാമോ ഹലാലും തിരിയാനായിട്ടില്ലല്ലോ. നിങ്ങൾ ആലോചിക്കുക, പുരുഷന്മാർക്ക് സ്വർണം വെള്ളി ഹറാമാണെങ്കിൽ പറന്നു വീണ കുട്ടിക്ക് 40 ദിവസം പ്രായമായ കുട്ടിക്കും സ്വർണം വെള്ളി എന്താണ്? ഹറാമാണ്. കുട്ടിയല്ല കാരണക്കാരൻ, ആരാണോ ഡീപ്പിച്ചത് അവരല്ലാന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. എന്തുകൊണ്ടാണ്? ആണിനെ ആണായി വളർത്താൻ, പെണ്ണിനെ പെണ്ണായി വളർത്താൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നജ്ജാഷി റളിയല്ലാഹു അൻഹു അവിടുന്ന് മോതിരം കൊടുത്തു വിട്ടപ്പോ ആ മോതിരം റസൂലുള്ളാഹിന്റെ മകളായ മൂത്ത മകളായ സൈനബിന്റെ മകൾക്ക് സമ്മാനമായി കൊടുത്ത, പട്ടുവസ്ത്രം കിട്ടുമ്പോൾ പെൺകുട്ടികൾക്ക് സമ്മാനമായി കൊടുത്ത, പെൺകുട്ടിക്ക് വേണ്ടത് പെൺകുട്ടിക്ക്, ആൺകുട്ടിക്ക് വേണ്ടത് ആൺകുട്ടിക്ക്, അങ്ങനെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. ഞാൻ പറഞ്ഞത് അറിയോ, പള്ളിക്ക് വരുമ്പോ വരെ വീടിന്റെ കീശയിലിട്ടിട്ട് വരണ മാന്യന്മാരുണ്ട് നമ്മളെ കൂട്ടത്തില്. സുബൈ ജമാഅത്തിന് വരുമ്പോ എന്തിനെന്നറിയോ? ഭാര്യയും മക്കളെയും ഉണർത്താതിരിക്കാനാണ്. പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ പുറത്തിറങ്ങി വീട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പള്ളിക്ക് വരുന്ന ആൾക്കാരോട് പറയാ, നാളെ ആ പൊര മൊത്തം തീ പിടിച്ചാൽ നിങ്ങൾ ആ മാന്യത ചെയ്യോ? അവർ ഉറങ്ങല്ലേ, അവർ ഉണർത്തണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പോരോ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ. അള്ളാഹു തന്ന ഫിത്രത്തിൽ ആ മക്കൾ നേരത്തെ നീറ്റതാൻ അവരെ കിടത്തി ഉറക്കിയത് ആരാന്നറിയോ? നമ്മൾ തന്നെ. ഉമ്മാന്റെ സൗകര്യത്തിന് വേണ്ടി അവിടെ തന്നെ കിടന്നു എന്ന് പറഞ്ഞ് ഉറക്കി ശീലിപ്പിച്ചവർ നമ്മളാണ്. അവരെ നമ്മൾ തുറന്നു കൊടുത്തൊരു ലോകമുണ്ട്. 1.5 വയസ്സായ കുട്ടിക്ക് ലഘുവായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ട ടെക്നോളജി എന്താണെന്നറിയോ? LED TV ഓണാക്കി വെച്ചു കൊടുക്കും, അതിലിങ്ങനെ കാർട്ടൂൺ കാണിച്ചു കൊടുക്കും, ഇല്ലേ? പഴയ ഉമ്മാരില്ലേ, നിങ്ങൾ ആലോചിച്ചൊക്കെ ഇബ്രാഹിം നബിയുടെ കഥയും മൂസാ നബിയുടെ കഥയും ഈ ഇരിക്കുന്ന മുതിർന്നവരോട് പറയട്ടെ. നിങ്ങൾ ആദ്യമായി കേട്ടത് എവിടുന്ന? മദ്രസ എന്നാണോ? പള്ളി ഖുത്ബ എന്നാണോ? ഉമ്മാന്റെ ഒക്കത്തെന്നാൽ മുറ്റത്ത് കൊണ്ടുവന്ന് ചോറ് വാരി തരുമ്പോൾ അമ്പിളി മാമനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുട്ടി വായ തുറക്കുന്നുള്ള സൈക്കോളജി പഠിച്ചിട്ടൊന്നല്ല. ആ ചോറ് വാരി തരുമ്പോൾ പ്രവാചകന്മാരുടെ കഥ പറഞ്ഞെന്ന് നമ്മളുടെ മനസ്സിലെ റിയൽ ഹീറോസ് ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, മൂസാ നബി ഒക്കെ ഇട്ട് മാറിയത് അവർ പറഞ്ഞു തന്നുകൊണ്ടാണ്. ഇന്ന് നമ്മളിങ്ങനെ ടിൻഡു മോനിട്ടെടുത്തിട്ട് ചോറ് കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് ഓടാൻ ടിൻഡു മോന്റെ ക്യാരക്ടർ കുട്ടികൾ കാട്ടിയില്ലെങ്കിലേ അതിലെ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത്, ഈ അടിച്ചുപൊളിയുടെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നരകത്തിലേക്ക് വിടാതിരിക്കാൻ, അവർ പോവാതിരിക്കാൻ, നമ്മളും അവരവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിതത്തെ കളിയും വിനോദവുമായി കാണുന്ന ആളുകളോട് പ്രിയമുള്ളവരെ 1-2 കാര്യം പെട്ടെന്നൊന്ന് ഓടിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് കടക്കൂല എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ട്. അവരാരെന്നറിയോ? വിശാലമായ ഹദീസുകളിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. 1-2 പെട്ടെന്നൊന്ന് ഓടിച്ചു പറയാം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട മഹാപാപങ്ങൾ നരകത്തിക്കുള്ളതാണ്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. മഹാപാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ മനസ്സിൽ ഓടി വരുന്നതാണ് 7 മഹാപാപങ്ങളാണ്. അതല്ല കേട്ടോ, ഏതൊരു തെറ്റിനല്ലാഹു നരകമുണ്ടെന്ന് പറഞ്ഞോ അത് മുഴുവനും മഹാപാപാണ്. മിനൽ കബായിരി ശതമുർ റജുൽ വാലിദൈ, മഹാപാപങ്ങളിൽ പെട്ടതാണ് ഒരാള് മാതാപിതാക്കളെ ചീത്ത പറയലെന്ന് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, വഹൽ യസ്മുർ റജുൽ വാലിദൈ, ഒരാളങ്ങനെ മാതാപിതാക്കളെ ചീത്ത വിളിക്കുമോ നബിയേ? റസൂല് പറയാണ്, യസുബ്ബു അബാഹു യസുബ്ബു അബാ, ഇവൻ അവന്റെ വാപ്പാനെ ചീത്ത വിളിക്കും, അപ്പൊ അവൻ ഇവന്റെ വാപ്പാനെ വിളിക്കും. ഇവൻ അവന്റെ ഉമ്മാക്ക് ചീത്ത പറയും, അപ്പൊ അവൻ ഇവന്റെ ഉമ്മാനെ ചീത്ത പറയും. മറ്റൊരാളുടെ മാതാപിതാക്കളെ ചീത്ത പറയുന്നത് പോലും നരകത്തിലെത്തുന്ന മഹാപാതകമാണെന്ന് പഠിപ്പിച്ചു തരുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്നാൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസത്തുൻ ലാ യൻദുറുല്ലാഹു ഇലൈഹിം യൗമൽ ഖിയാമ, 3 വിഭാഗം ആളുകളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു നോക്കൂല. വസലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന,
മൂന്നീഭാഗം ആളുകൾക്ക് സ്വർഗവും ഇല്ല, സ്വർഗത്തിൽ അവര് കടക്കൂല, അല്ല അവരെ നാളെ തിരിഞ്ഞു നോക്കൂല എന്ന് പറഞ്ഞ എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മളൊക്കെ ഗൾഫുകാരല്ലേ കൂടുതൽ ആളുകളും. മെജോറിറ്റി ബിസിനസ്സുകാരെ മാറ്റിവെക്ക്, സാധാരണക്കാരും ജോലി ചെയ്യണവരും ലേബേഴ്സും ഒക്കെ നിങ്ങൾ ആലോചിച്ചോ. നാട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്, ഒരു കൊല്ലം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വരാൻ വേണ്ടി ഈ പ്രവാസികളുടെ റൂമിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കട്ടിലിന്റെ താഴെ ഒരു പെട്ടി ഉണ്ടാവും. എന്തിനാണെന്നറിയോ? നാട്ടിൽ പോകാനുള്ളതൊക്കെ ഇട്ട് വെക്കാനാണ്. ചിലപ്പോൾ വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടുണ്ടാവില്ല, ഇനി പോകാൻ ഒരുപാട് മാസങ്ങളുണ്ട്, എന്നാലും ഉണ്ടാവും ഒരു പെട്ടി. അത് എക്സ്പയറി ആകുമ്പോൾ ചേഞ്ച് ചെയ്യാന്നല്ലാതെ അതിലിങ്ങനെ ഇട്ട്. അതുപോലെ തന്നെ ചില ലേബർ ഏരിയയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കൗതുകമാണ്, കലണ്ടറിൽ ഇങ്ങനെ അടയാളം വെച്ചേക്കുക, നാട്ടു പോകാൻ എത്ര ദിവസം ഉണ്ടെന്ന് കാത്തു വെക്കാൻ ആളുകൾ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. നമുക്ക് വേണ്ടതൊക്കെ നമ്മൾ കരുതി ബോക്സിൽ കരുതി വെച്ചു. നാട്ടിലേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം പെട്ടി കെട്ടുക എന്ന് പറഞ്ഞൊരു സന്തോഷമാണല്ലോ, അല്ലേ? ഒരുപക്ഷെ നമ്മൾ ആദ്യ ഗൾഫ് ജീവിതത്തിലൊക്കെ ഒരുപക്ഷെ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. അതൊക്കെ കെട്ടി കുടുംബത്തിന് വേണ്ടി കാത്തിരിക്കാൻ. എന്തിനാണ് ഇത്രയും വർഷം ഇവിടെ പെടാപ്പാടുപെട്ട് അധ്വാനിച്ചതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളുടെ കുടുംബം നമുക്ക് തന്നിട്ടുള്ള ഒരു വിലയും അത്രമാത്രം സ്ഥാനം ഉണ്ടാവും ആ കാലഘട്ടത്തിൽ, അല്ലേ? എല്ലാവർക്കും വേണ്ടി കരുതി പല ഭക്ഷണം നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സൗകര്യം നോക്കണ്ട, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒക്കെ കുട്ടിക്കാലത്തൊക്കെ നമ്മളന്ന് അയൽവാസികളൊക്കെ ഭയങ്കര സൗഹൃദമായിരിക്കും. എന്നാണല്ലോ നമ്മൾ സെപ്പറേറ്റഡ് ആയത് ആളുകളൊക്കെ. നമ്മളിങ്ങനെ അയൽവാസികളൊക്കെ ഗൾഫിൽ വരുമ്പോൾ രാത്രിക്ക് ചപ്പാത്തി ഉണ്ടാക്കും. മൂപ്പര് അവിടെ കുബൂസ് ഒന്ന് ശീലിച്ചുകൊണ്ട് ചപ്പാത്തി കൈക്കൊള്ളൂ എന്നാണ് അന്നൊക്കെ താത്താരൊക്കെ പറയാം. പക്ഷെ ഇന്ന് നമുക്ക് അറിയാൻ പറ്റും, അവിടെ ടാക്സ് ഇല്ലാണ്ട് കിട്ടണേ എളുപ്പത്തിന് ലാഭം അടിക്കാൻ പറ്റിയൊരു സാധനം കുബൂസ് ആയതുകൊണ്ടാണ്. കുബൂസും പരിപ്പും കുബൂസും തൈരും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുറച്ചങ്ങോട്ട് ഓടിയിട്ട്. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഉച്ചക്ക് ഒരു നേരം ചിലപ്പോൾ ചോറ് വെച്ച് അതിൻ്റെ ബാക്കി ആദ്യം വന്നവനോ റൂമിൽ വന്നവനായിരിക്കും ആദ്യം എടുത്ത് കഴിക്കുക. കാരണം നമുക്കതിനോട് താല്പര്യമില്ലായിട്ടല്ല, ചില ഭക്ഷണങ്ങളെ സ്കിപ്പ് ചെയ്തു നമ്മൾ. എന്തിനാ? കുടുംബത്തിന് ഓർമ്മ വരും. പലപ്പോഴും വില ഇന്ത്യൻ മണിയായിട്ട് ആദ്യകാലത്തൊക്കെ കമ്പയർ ചെയ്ത് നോക്കും. കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ ശീലിക്കുള്ളൂ, നാട്ടിൽ നിന്ന് എത്ര രൂപയാവും. അങ്ങനൊക്കെ കരുതി കുടുംബത്തിന് വേണ്ടി കാത്തിരുന്ന്. ഞാൻ പറയാൻ, കണ്ണൂർ എയർപോർട്ടിലോ കാലിക്കറ്റിന്റെ കരിപ്പൂരോ വന്നിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രതീക്ഷ ഉണ്ട്, എൻ്റെ കുടുംബം വിളിക്കാൻ അവിടെ ഉണ്ടാവും. അവിടെ നിന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഓടി വന്ന് എമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് ബാഗേജ് ക്ലിയറൻസും കഴിഞ്ഞ് പുറത്തേക്ക് ഓടി വരുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളും എന്നെ വിളിക്കണ്ടാവുമെന്ന് കരുതി വരുമ്പോൾ മറ്റുള്ള പലരെയും കൂട്ടാൻ ആളുകളുണ്ട്. നമ്മളെ വിളിക്കാൻ ഒരാളും വന്നിട്ടില്ലെങ്കിൽ മനസ്സൊന്ന് വാടൂലേ? എന്നാലും കരുതും എന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടാവും. ഒരു ടാക്സി വിളിച്ചിങ്ങ് വീട്ടിൽ കെലാങ്കോട് വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചപ്പോൾ സ്വന്തം ഭാര്യ ഡോറ് തുറന്നിട്ട് ഒന്നും മിണ്ടാണ്ട് തിരിച്ചു പോയാലും വന്നിടത്തേക്ക് എന്നെ തിരിച്ചു പോകാൻ നമ്മുടെ മനസ്സ് മോഹിക്കില്ലേ? ആർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു, ആർക്ക് വേണ്ടി അധ്വാനിച്ചു? നിസ്കാരമായി, നോമ്പായി, ഹജ്ജായി, സക്കാത്തായി, അമലുകളുമായി അല്ലാഹുവിന്റെ കോടതിയിലൂടെ കടന്നു വരുമ്പോ അല്ലാഹു സംസാരിക്കാത്തവരുണ്ട്, അല്ലാഹു കാരുണ്യത്തിന്റെ നോട്ടം പോലും തിരിഞ്ഞു നോക്കാത്തവരുണ്ട്, സ്വർഗത്തില് കടക്കാത്ത ആളുകളുണ്ട്. ആരാണെന്നറിയോ? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്, പ്രയാസപ്പെടുത്തലാണ്. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരുണ്ടെങ്കിൽ അവർക്ക് സ്വർഗമില്ല കേട്ടോ. നിങ്ങൾക്കറിയോ, അമുസ്ലിം ആണെങ്കിൽ പോലും 2 മതവിഭാഗങ്ങൾക്കിടയിൽ അനന്തര സ്വത്ത് എടുക്കാൻ പാടില്ല എന്ന നിയമം. ഒരാൾ ഇസ്ലാം സ്വീകരിച്ച മുസ്ലിമായ മനുഷ്യന്റെ സ്വത്തില് ഹൈന്ദവനായ പിതാവോ മാതാവോ അനന്തരം എടുക്കില്ല. അവിടെ വസിയ്യത്ത് നിർബന്ധമാണെന്ന വിധി പറഞ്ഞ ഇസ്ലാം അവർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മാതാപിതാക്കളാൽ സ്വത്ത് വസിയ്യത്ത് എഴുതി വെക്കണമെന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ ദീൻ എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിച്ചൊക്കെ പ്രിയമുള്ളവരെ, നമ്മളാരും ചിന്തിക്കണ പോലെ അല്ല. നമ്മളുടെ ശബ്ദം കേൾക്കാതെ, മുഖമറിയാതെ, സ്വഭാവമറിയാതെ, രൂപമറിയാതെ നമ്മളെ സ്നേഹിച്ച ലോകത്തിൽ ഒരാളാരായിരിക്കും എന്നറിയും? നമ്മളുടെ ഉമ്മൻ. ഞാൻ ഇന്നൊരു കൗതുകം പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ചിരിക്കും. ഞാൻ ഈ കഴിഞ്ഞ ജനുവരിയിൽ 127 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിന്റെ ഭാരം. ഞാൻ തടിയില്ലാത്തത് ആരുടെ മുമ്പിലെന്നറിയും? എൻ്റെ ഉമ്മാൻ്റെ മുമ്പിൽ മാത്രമാണ്. ഉമ്മാൻ്റെ ഭാഷ ഞാൻ ഇപ്പോഴും ഭക്ഷണം കഴിക്കണില്ല എന്ന്. 127-300 എൻ്റെ വെയിറ്റ് ഉള്ളപ്പോഴും ഉമ്മാക്ക് പരാതിയാണ്, ഞാൻ ഭക്ഷണം കഴിക്കില്ല, ഇങ്ങനെ ഓടി നടക്കുകയാണ്, ആരോഗ്യം വേണ്ടെന്ന് പറയാം. നമ്മൾ ആലോചിച്ചൊക്കെ, നേരെ വെച്ചാൽ നമ്മളെ ഭാര്യ പറയും തടി കൂടുന്നുണ്ട്, എല്ലാവരും പറയില്ലേ, ശ്രദ്ധിക്കാൻ പറയില്ലേ. ഇന്നലെ എന്തല്ല ഞാൻ 37 കിലോ കുറച്ചിട്ട് ഇപ്പോൾ കുറച്ച് കൂട്ടിയിട്ടാണ് വന്നിക്കണേ. അപ്പം എന്താണെങ്കിലും ശരി, നമ്മളുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് യാത്ര ആലോചിച്ചൊക്കെ, ഇപ്പം ഇത്ര ദൂരം ഞാൻ യാത്ര വന്നില്ല, എൻ്റെ ഫോൺ ഇപ്പോൾ സാക്ഷിയാണ്. ഞാൻ പറഞ്ഞത്
നമ്മൾ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, ഒരു രാത്രി പ്രസംഗം കഴിഞ്ഞ് തിരിയുമ്പോൾ വൈഫ് വിളിക്കും, ഭക്ഷണം കഴിച്ചോ, പുറപ്പെട്ടോ, എപ്പോഴെത്താം, എന്തെങ്കിലും റെഡിയാക്കി വെക്കണോ, വെയിറ്റ് ചെയ്യണോ ചോദിക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ അവരെപ്പോഴെങ്കിലും ഉണർന്നാൽ ഒന്നുകൂടെ വിളിച്ചു വയ്ക്കും, യാത്ര ഇവിടെ എത്തിയിട്ടുണ്ട്, വിവരങ്ങൾ അന്വേഷിക്കും, വീണ്ടും ചോദിക്കും. എത്തേണ്ട സമയം എത്തിയില്ലെങ്കിൽ വീണ്ടും വിളിക്കും. അതിന് ഉമ്മ എങ്ങനെ വിളിക്കാമെന്നറിയാം, എന്താ കഴിച്ചെന്ന് ചോദിക്കാൻ വിളിക്കും. അത് കഴിഞ്ഞ വണ്ടി കയറിയെന്ന് അറിയാൻ ഒന്നുകൂടെ വിളിക്കും. അങ്ങ് തൃശ്ശൂർ എൻ്റെ നാട്ടിൽ മഴ പെയ്താൽ അപ്പോൾ ഒന്നുകൂടെ വിളിക്കും, മഴ പെയ്യുന്നു നോക്കിയിട്ട് വരണം. അവിടെ ഒരു ഇടി വെട്ടിയാൽ അപ്പോൾ വീണ്ടും വിളിക്കും, ഇടി വെട്ടുണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോട് പകരം വെക്കാൻ ലോകത്ത് ആരുമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അള്ളാഹു താല ചെറിയൊരു പരീക്ഷണം കൊടുത്ത സമയത്ത്, അമല ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റുള്ള സമയത്ത്, അന്ന് ഈരാറ്റുപേട്ടയിൽ അന്ത്യപ്രവാചകന്റെ അന്ത്യനിമിഷങ്ങളെ വിഷയം അവതരിപ്പിച്ച് ഞാൻ തിരിച്ചു വരികയാണ്, രാത്രിയിലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മടങ്ങുന്ന സമയത്ത് 9 പ്രാവശ്യം എൻ്റെ ഫോണിക്ക് ഉമ്മ വിളിച്ചു. ഞാൻ ആ 8 കോൾ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. കാരണം ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന സമയമാണ്. ഞാൻ മുടി കൊഴിയാനും പല്ല് കൊഴിയാനും ഒക്കെ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അത് ഏജ് ആയിട്ടൊന്നുമില്ല. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ വയസ്സ് 57 വയസ്സാണ് ഇപ്പോൾ പ്രായം കറൻ്റ്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു സമയമായതുകൊണ്ട്, ട്രീറ്റ്മെൻറ്റ് നടക്കണോണ്ട് കൂടെ സമീപിക്കാൻ പോലും നമുക്കൊരു പരിധിക്കപ്പുറം നിന്ന് സംസാരിക്കാൻ കഴിയാത്ത സമയമായതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ച ഒരു സമയം. പക്ഷെ എനിക്ക് പിന്നെ തോന്നിയത് ജുറൈജിന്റെ ചരിത്രമാണ്. ഇത്രയും തവണ ആവർത്തിച്ച് വിളിക്കുമ്പോൾ ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. അപ്പം ഇത്രേ അറിയണ്ടുള്ളൂ, അവിടുന്ന് പുറപ്പെട്ടോ എന്നറിയാൻ, കൂടെ ആളുണ്ടോ എന്നറിയാൻ, പിന്നെ എത്ര മണിക്ക് നാട്ടിലെത്തുന്നറിയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ലോക ചുമ്മ മാത്രമാണ്. നമ്മളുടെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞ എൻ്റെ അനുഭവമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇത്ര പ്രായമായാലും നമ്മുടെ വീട്ടിൽ ഉമ്മ ഉണ്ടെങ്കിലേ ഉമ്മാക്ക് നമ്മുടെ മോനാണ്. ശരീരത്തിന്റെ 22 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുന്ന വേദന ഒരു പ്രസവത്തിൽ അനുഭവിച്ചതാണ് ഉമ്മ. ഒരു പ്രസവത്തിലെ അനുഭവിച്ചതാണ് ഉമ്മ. എന്നിട്ടും നമ്മളോട് ഒരു ശകാരമില്ലാതെ. ഞാൻ ഇന്ന് ട്രെയിനിൽ, എന്നോട് ഈ 3 പ്രോഗ്രാമുള്ളതുകൊണ്ട് കാർ യാത്ര ഇല്ല, നടക്കാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇന്ന് ട്രെയിനിൽ വരാനുള്ള കാരണം പോലെ എന്താ പറയുക, എനിക്ക് ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണ്. ഞാൻ തിരിച്ച് ചിലപ്പോൾ വീട്ടിൽ നല്ലപോലെ ഡ്രൈവ് ചെയ്തോളണമെന്നില്ല. കാരണം അൽഹംദുലില്ലാ ആഴ്ചകൾക്ക് മുമ്പ് അള്ളാഹു എനിക്ക് ഇരട്ട കുട്ടികളെ തന്നു, 2 ആൺകുട്ടികളെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയണം, എൻ്റെ വൈഫ് കാന്തപുരത്തിൻ്റെ മർക്കസിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിരുന്നു. ഇപ്പോഴും 2-3 MES ഉൾപ്പെടെ 2-3 സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽസും ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ രാത്രി കൗതുകത്തോടെ ഞാൻ പറഞ്ഞു, ഈ കുട്ടികളായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടപ്പോൾ പ്രിൻസിപ്പളാണ് ഈ നടക്കണേ. കാരണം ഒരാൾ ഒരു തിരക്കെന്ന് കരയും, മറ്റൊരാൾ പിടിക്കും. എനിക്കും സത്യത്തിൽ ഇപ്പോൾ ഉറങ്ങാൻ പറ്റണില്ല. ഞാനും ഉണർന്നിരിക്കും, എൻ്റെ ഉമ്മയും ഉണർന്നിരിക്കും, ഓടും ഉണർന്നിരിക്കും. അങ്ങനെ ഒരാളെ കരച്ച് കേട്ട് അടുത്താൾ എണീക്കും. സത്യത്തിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഉമ്മാരൊക്കെ എങ്ങനെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. രാത്രി ഉറങ്ങാൻ പറ്റണില്ല, പകലുറങ്ങാൻ പറ്റണില്ല. ഒരു സിസേറിയൻ കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ് ഈ എണീറ്റിട്ട് സ്വന്തമായിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. ഇതിനേക്കാളൊക്കെ മുമ്പ് ഇവരൊക്കെ സൗകര്യത്തിലെന്ന് കിടക്കണേ, AC റൂമിലാണ് കിടക്കണേ, നല്ല പരിചരണമുണ്ട്, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, ഡോക്ടറുടെ അറ്റൻഷൻ അവർക്കുണ്ട്. നമ്മളുടെ ഉമ്മാര് നമുക്ക് ജന്മം നൽകുമ്പോഴേ ഒരുപക്ഷെ അവർ കാലം പറയാ, പാടത്തെ കൊയ്യാൻ പോയ കഥ പറയും, അല്ലേ, വയലിൻ്റെ ഓരത്തിൻ്റെ കണക്ക് പറയും. ഭക്ഷണം ഉണ്ടായിരുന്നില്ല, ശരീരത്തിൽ പാലില്ലാതെ പ്രിയമുള്ളവരെ മുളച്ചു വന്ന കിന്നരിപ്പല്ലുകൊണ്ട് മാതാവിന്റെ മാറിടത്തിൽ കടിക്കുമ്പോ മുല്ലമുട്ട് പോലെ പാല് വരുന്നതിന് പകരം രക്തത്തിന്റെ തുള്ളി വരുമ്പോഴും ഉമ്മാക്ക് വേദനിക്കുന്നട എന്ന് പറഞ്ഞ് തലോടിയ വളർത്തിയ ഉമ്മാനെ ഏതെങ്കിലും ഒരർത്ഥത്തില് ബുദ്ധിമുട്ടിച്ചാൽ സ്വർഗം അവനില്ല എന്ന് പറഞ്ഞത് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ബാപ്പ കുറച്ച് കാർക്കശക്കാരനാണ്, ദേശക്കാരനാണ്. രാത്രി 12 മണിക്കും 1 മണിക്കും പാതിരാത്രി കടന്നു വിടുന്ന നമ്മളോട് ഏത് ബാപ്പയാ കാരുണ്യത്തോടെ സംസാരിക്കാനുള്ളേ? എന്നാലും ഉമ്മാക്ക് റോൾ ഉണ്ടാവും. എന്താണെന്നറിയോ? ആരും അറിയാതെ ഡോർ തുറന്നു തരും. പിന്നീക്കൂടെ ഡോർ തുറന്ന് സ്വീകരിച്ച് പുതപ്പിട്ട് മൂടിക്കിടന്ന് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് ബാപ്പ കിടക്കണ റൂമിൽ ശബ്ദം ഉണ്ടാക്കാതെ കടന്നു വന്ന് സൈലന്റായി ഡോർ ലോക്ക് ചെയ്ത് വാപ്പാന്റെ ചാരത്ത് വന്ന് കിടക്കുമ്പോ രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാം സവിക്കുന്ന വാപ്പാന്റെ ഒരു ചോദ്യമുണ്ട്, അവനെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോടി എന്ന് ചോദിക്കുന്ന ബാപ്പാന് മക്കൾ അറിഞ്ഞിട്ടില്ല, മക്കള് കണ്ടിട്ടില്ല. ബാപ്പ ഉരുകുന്നത് മക്കള് കണ്ടിട്ടില്ല. കാരണം വാപ്പ ഉമ്മാനെ പോലെ കരയില്ല. പുരുഷന്റെയും സ്ത്രീയുടെയും മാനസിക ചിന്തകൾ വേറെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരെ ബുദ്ധിമുട്ടിച്ചാൽ അള്ളാന്റെ കോടതിയിൽ മാപ്പില്ല. പിന്നെ പറഞ്ഞത് കൊടുത്തുപോയ സ്വതക്കകളൊക്കെ എടുത്തു പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകൾ, ഒരാൾക്കൊരു സ്വതക്ക ചെയ്ത് ഇയാളുടെ കീഴിൽ കിട്ടില്ല എന്ന് കാണുമ്പോൾ ഉപദ്രവിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ മുദ്മിനുൽ ഖംർ, ലഹരി ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകളെ, സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾ,
ഹമ്മർ എന്ന് പറഞ്ഞാൽ മഹാം, കള്ള് മാത്രമല്ല കേട്ടോ, മഹാമറൽ അക്കൽ, നിങ്ങളുടെ ബുദ്ധിയെ മരയിപ്പിക്കുന്നത് സിന്തറ്റിക് ലഹരികളാവട്ടെ, രാസലഹരികളാവട്ടെ, ആധുനിക കാലഘട്ടം ഒന്നുകൂടെ പറയാൻ ഡേഞ്ചറസ് ആണ്, ഡേഞ്ചറസ് ആണ്. ചെറുതുരുത്തി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ മുമ്പിൽ ഒരു സിഗരറ്റിൽ ഒരു ഡ്രോപ്പ് ഹഷീഷിന് 500 രൂപ വെച്ച് വിൽപ്പന നടത്തുന്ന ആളെയാണ് പിടിക്കപ്പെട്ടത്. പറയുമ്പോൾ എന്താ, തൈലത്തിന്റെ ബോട്ടിലൊക്കെ വെക്കണ കടയും ആയുർവേദത്തിന്റെ, അവിടെ കൊണ്ടുപോയിട്ടാണ് ഒരു സിഗരറ്റിൽ ഒരു ഡ്രോപ്പ് ഹഷീഷ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളൊക്കെ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ ഒരു പഫ് എടുത്തോന്നാ പറയാ, ഏറി വന്ന ചെയിൻ സ്മോക്കർ അയക്കാം. ഇന്ന് ഒരു പഫ് എടുത്ത മതി ലഹരിയിലേക്ക് അടിമപ്പെടാൻ. പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടിക്കപ്പെടുന്നത്. മക്കൾ പോയി ഉപയോഗിക്കാൻ, പഠനത്തിന് ഉപയോഗിക്കുന്ന വൈറ്റ്നർ വരെ ലഹരിയായി ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അവരാരുടെ കൂടെ കൂട്ടുകൂടുന്നു, ആരോട് കൂടെ ചേരുന്നു എന്നുള്ളിടത്തൊക്കെ പൂർണ്ണമായൊരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, അള്ളാന്റെ മുച്ചനബി സ്വർഗം കിട്ടൂല എന്ന് പറഞ്ഞ മേഖലകളെ ഗൗരവത്തോടെ കൂടെ കാണുക. യേശുവിനെ പറയുന്നവന് സ്വർഗമില്ല, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗത്ത് കടക്കൂല, കുടുംബബന്ധം മുറിച്ചവന് സ്വർഗമില്ല. കുടുംബം ഇങ്ങോട്ട് വരണ അമ്മാവന്റെ വീട്ടിൽ അങ്ങോട്ടും പോയി, ഉമ്മാന്റെ വീട്ടിൽ പോയി, അനിയന്റെ വീട്ടിൽ പോയി എന്നുള്ളതല്ല. ആരെങ്കിലും ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് പോയി നമ്മൾ ചേർക്കണം. നമ്മളാണ് ബന്ധം മുറിക്കുന്നതെങ്കിൽ സ്വർഗമില്ല കേട്ടോ. ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഒരുമിച്ച് വളർന്ന മക്കള്, ഒരേ ചോരകള്, ജ്യേഷ്ഠൻ അനുജന് കണ്ടുകൂടാ. ചോര ഛർദിക്കുമ്പോഴും മുന്നിലൂടെ നടന്നു, ഒന്ന് കയറാൻ തലോടാൻ മനസ്സ് അനുവദിക്കില്ല. അവസാനം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഓടി വരാൻ. എന്തിനാ? മയ്യത്തിന്റെ മുഖം കാണാനോ? പുഞ്ചിരിക്കുന്ന മുഖം കാണാൻ മനസ്സില്ലാതെ ആരെ കാണാന്? നമ്മുടെ മയ്യത്തായ ശരീരത്തിന് മുമ്പിൽ ഓടി വരണേ. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ, ബന്ധങ്ങളെ മുറിക്കാൻ. ഞങ്ങളെ ആര് മുറിച്ചാലും നമ്മൾ ചേർക്കുന്നവരായി മാറുക. ഇങ്ങോട്ട് വരനോടത്ത് അങ്ങോട്ട് പോകൽ ബന്ധം നിലനിർത്തല. മുറിച്ചവനോട് അങ്ങോട്ട് പോയി അടക്കമുണ്ടാക്കുമ്പോ ബന്ധം ചേർക്കലാണ്. നമ്മളാണ് മുറിക്കണമെങ്കിൽ തലക്ക് മേലെ ആരാധന ഉയരില്ല കേട്ടോ, ആരാധന ഉയരില്ല എന്ന പ്രാഥമികമായ ഒരു ബോധ്യം ഉണ്ടാവട്ടെ. ഇൽമിന്റെ സദസ്സിൽ വരെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. പക്ഷെ അള്ളാഹു തടഞ്ഞു വെക്കപ്പെടാന്നറിയോ? ഇവിടെ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടെങ്കിൽ അള്ളാഹ് മലക്കുകളോട് പോകണ്ട എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുന്നതാണ്. സ്വർഗത്ത് പോലും കയറാൻ പറ്റില്ല. അതുകൊണ്ട് സ്വർഗം കിട്ടാൻ എന്തൊക്കെ പ്രവർത്തികളുണ്ടോ കഴിവിന്റെ പരമാവധി ചെയ്യുക. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാമവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ടവർ എന്ന ഒരു തലവാചകത്തിൽ നിന്നിട്ടാണ് അതിൻ്റെ തൗഹീദിലെ ഷിർക്ക് വന്നാൽ, കുഫർ വന്നാൽ, കബായിറുകൾ വന്നാൽ, മറ്റു പാപങ്ങളെ പ്രത്യേകം, അതാണ് നമ്മുടെ സബ്ജക്റ്റ് ഉണ്ടായിരുന്നത്. എല്ലാം കൂടി പറയേണ്ട കുറച്ച് വിഷയങ്ങൾ ഇവിടുന്ന് ഓർമ്മപ്പെടുത്തിയത് കൊണ്ട് ആ മേഖലയിലൂടെ കടന്നുപോയി എന്ന് മാത്രം. നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റത്തിന്റെ ചിന്തകളുണ്ടെങ്കിൽ അതിനെ നിലനിർത്തിക്കൊണ്ടു പോവുക. എല്ലാ മാസങ്ങളും നമ്മൾ ഇതുപോലത്തെ സദസ്സുകളെ പല വീടുകളുടെ മുറ്റത്തായി സംഘടിപ്പിക്കുക. നമ്മൾ മാത്രമല്ലല്ലോ, നമ്മൾ വിളിച്ചാൽ വരാവുന്ന അയൽവാസികളെ കൂടെ കൂട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കള് കൂടെ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അവരൊക്കെ കൈവിട്ടു പോകുന്ന ദിവസങ്ങൾ വിദൂരമല്ല നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാമേവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. إن شاء الله വരുന്ന 16